നമ്മളെ കൂടെ ഉള്ളത് കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ഒരു ക്രിയേറ്ററാണ് മിൻഹാജ്. വെൽക്കം ടു ദ ഷോ. നിങ്ങൾക്ക് എത്ര റീച്ച് വരും, നമുക്ക് എത്ര കസ്റ്റമേഴ്സ് ഇന്ന് വരും. അപ്പോൾ പറയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നെ നോക്കണ്ട, ലൈക്ക് മൈ പേയ്മെൻറ്റ്സ് ആർ ടു ഹൈ. ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കുക എന്ന് പറയുന്നതിലും നല്ലൊരു കാര്യം ഈ ലോകത്ത് വേറെ ഇല്ല. ആൾക്കാർ പോയി കഴിക്കുമ്പോൾ അവർക്ക് ആ ക്വാളിറ്റി കിട്ടൂല. വീഡിയോയിൽ കണ്ട പോലത്തെ സാധനം പോലും കിട്ടൂല. വ്ളോഗ് ചെയ്യാൻ വരികയാണ്, ഫുഡ് നല്ല അല്ലെങ്കിൽ മോശമാണ്, ജസ്റ്റ് ഒരു 1% അറ്റൻഷൻ കിച്ചണിൽ കൊടുക്കും. അപ്പം എനിക്കിതൊന്നും ഇഷ്ടമായില്ല. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു അമ്മയ്ക്ക് നടക്കുന്നില്ല. ഇപ്പം ഇവർ കരച്ചിലും പിച്ചിലും ഭയങ്കര വിഷയം. എൻ്റെ മോന് വഴിതെറ്റി പോയി. അപ്പൊ എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് ഇവിടെ നിൽക്കല് നടക്കുന്നില്ല. ഞാൻ എന്താക്കി, അവിടെ ആനുവൽ ഡേന്റെ അന്ന് എല്ലാരും ഗ്രൗണ്ടിലുള്ള സമയത്ത് ഞാൻ ബാഗൊക്കെ ആയിട്ട് മതിൽ ചാടി. പൈസ വേണല്ലോ, കുറച്ചൊക്കെ ഇന്റർനെറ്റ്. പിന്നെ ഞാൻ എന്താക്കി മെല്ലെ മെല്ലെ ഉപ്പാന്റെ പോക്കറ്റിൽ നിന്നൊക്കെ കുറച്ച് അതെ, അന്ന് ആ സമയത്താണ് 200 നോട്ട് ഇറങ്ങണത്. അങ്ങനെ 100 രൂപ പൊക്കിക്കൊണ്ടിരുന്ന ഞാൻ 200 പൊക്കി തുടങ്ങി. ഇപ്പൊ അല്ലെങ്കിൽ മിന്നിന്റെ ഫ്രണ്ട് ഒരു കഫേ തുടങ്ങുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? വാട്ട് വുഡ് യു സേ ടു ഹിം? ആദ്യം തുടങ്ങുക, ഇരുന്നിട്ട് കാല് നീട്ടാന്ന് പറയും. എന്തൊക്കെ നെഗറ്റീവ് സർവീസ്, എന്തൊക്കെ നെഗറ്റീവ് ഉള്ളിൽ കിട്ടിയാലും കൗണ്ടറിന്റെ പുറത്തേക്ക് ഒരാൾ നെഗറ്റീവായിട്ട് പോകാൻ പാടില്ല. അത് കൗണ്ടറിലുള്ള ആൾക്കാരുടെ ഡ്യൂട്ടിയാണ്. കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ അത് ചെയ്തിരിക്കണം. കാരണം ഇപ്പം നമ്മളെ നാട്ടിൽ കണ്ടുവരുന്ന പോഡ്കാസ്റ്റും അല്ലെങ്കിൽ കണ്ടുവരുന്ന ഇന്റർവ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ നീലക്കുയിലൊക്കെ പോലുള്ള കുളിക്കുന്ന ഒളിഞ്ഞു നോക്കിയതും അങ്ങനത്തെ ലൈഫ് സ്റ്റോറീസ് ഒക്കെ ആണ് എന്ത് ലെസ്ബിയൻ കപ്പിൾസിൻ്റെതും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പോഡ്കാസ്റ്റ് വരുന്നത്. ഈ പോഡ്കാസ്റ്റിന് പുറമെ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന കുറേ ഓഡിയൻസ് നമുക്കുണ്ട്. ഒന്ന്, നമുക്കൊരു പെയ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് കേരളത്തിലെ ഓൺലൈൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റോർ ഓണേഴ്സ്, മാർക്കറ്റേഴ്സ്, ടെക് എക്സ്പേർട്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉള്ളൊരു വാട്സാപ്പ് ഗ്രൂപ്പാണ് അത്. 2, ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം എന്നൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. 3, നമുക്ക് ഏത് എക്സ്പേർട്സ്, നമ്മളെ പോഡ്കാസ്റ്റിൽ വന്ന ഏത് എക്സ്പേർട്സായിട്ട് നിങ്ങൾക്ക് 1-on-1 മെൻറ്റർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 4, ഇതൊക്കെ കണ്ടും പഠിച്ചും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഹെൽപ്പ് വേണം. ഇതിനുള്ള എല്ലാത്തരം ഹെൽപ്പും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇകോം ഷോ. ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ബോറടിക്കും. ഈ ബോറടിക്കുമ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ മാറ്റും, അല്ലെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾ കണ്ട പോലെ കാർ പോഡ്കാസ്റ്റ് ചെയ്തു. ഇന്ന് നമ്മൾ വേറെ ലൊക്കേഷനിലാണ്, കുറച്ച് ഔട്ട്ഡോറും ഇൻഡോറും ഒക്കെ പിടിക്കുക, എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വേണ്ടേ. അപ്പോൾ കമ്മിങ് ടു ദ പോയിന്റ്, ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് മിൻഹാജ് മുഹമ്മദ്. മിൻഹാജ് മുഹമ്മദ് ഒരു വൺ ഓഫ് ദ ടോപ്പ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇൻ കേരള എന്ന് പറയാം. അവൻ്റെ ഒരു സ്പെഷ്യൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻ്റാണ്. ഹോട്ടൽസ്, കഫേസ്, റെസ്റ്റോറൻറ്റ്സ്, ഇതൊക്കെയാണ് അവൻ്റെ ഏറ്റവും കൂടുതൽ കണ്ടന്റിൽ ഉണ്ടാവുക. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് കാലം ഞങ്ങളിങ്ങനെ ആലോചിക്കുന്നു എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇപ്പോൾ ആ ഒരു ക്ലാരിറ്റി ഉണ്ട്, എങ്ങനെ ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റിൽ കച്ചവടം കൂട്ടാം യൂസിങ് ഡിജിറ്റൽ ആൻഡ് കണ്ടന്റ് ക്രിയേഷൻ. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ? പിന്നെ ഹലോ, ബാ മുകളിലേക്കോ, ഇങ്ങനെ താഴോട്ടോ. പിന്നെ കഴിച്ചിലായി, ബാ ഇരുന്ന് സംസാരിക്കാം. മിൻഹാജ്, വെൽക്കം ടു ദ ഷോ. കംപ്ലീറ്റ് അറിയണം എനിക്ക്, എങ്ങനെയാണ് ഈ കച്ചവടം ഉണ്ടാക്കി കൊടുക്കുന്നത്? കച്ചവടം ഉണ്ടാക്കി കൊടുക്കുക, ലൈക്ക് നമ്മളത് ഇൻറ്റൻഷനലി ഒന്നും ചെയ്യുന്നല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻറ്റൻഷനലി മീൻസ് എന്താ പറയുക, നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു ബ്രാൻഡ്, ഞാൻ ഇപ്പം എന്നോട് വർക്ക് ചെയ്യുന്ന ഏത് ബ്രാൻഡാണെങ്കിലും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്ന കാര്യമാണ്, എന്നെക്കൊണ്ട് ഇവർക്ക് കാര്യം ഉണ്ടാവണം. ലൈക്ക് ഇപ്പം ഒരു ബ്രാൻഡിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിക്കും ഇതിൽ നിന്ന് എത്ര കൺവേർഷൻ വരും, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര റീച്ച് വരും, നമുക്ക് എത്ര കസ്റ്റമേഴ്സ് ഇന്ന് വരും. അപ്പോൾ പറയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നെ നോക്കണ്ട, ലൈക്ക് മൈ പേയ്മെൻറ്റ്സ് ആർ ടു ഹൈ, ബട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു റിസൾട്ടും ഞാൻ ഉറപ്പ് തരില്ല. ബട്ട് സ്റ്റിൽ എൻ്റെ മൈൻഡിലുണ്ടാവും എന്ത്, ഇവർക്ക് ഏറ്റവും നല്ല റീച്ച് കിട്ടണം, ഇവർ ചെയ്തതിൽ അസോസിയേറ്റ് ചെയ്തതിൽ ഏറ്റവും നല്ല കംഫർട്ടബിൾ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് എൻ്റെ കൂടെ ആയിരിക്കണം.
ലൈക്ക് അതിന്റെ മൈൻഡിലുണ്ടാവും. അത് വീഡിയോ ഇറങ്ങിയിട്ട് ഞാനത് എക്സ്പ്രസ് ചെയ്യുള്ളൂ. ലൈക്ക് ഞാൻ എപ്പോഴും ഒരു സേഫ് സോണിലെ വീഡിയോ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ പറയുള്ളൂ. കാരണം അത്രയും പേയ്മെന്റ് ആണ് ഞാൻ ഒരാളടുത്ത് പറയാ. ലൈക്ക് കോഴിക്കോട് എനിക്ക് തോന്നുന്നില്ല എന്റെ അത്ര പേയ്മെന്റ് വാങ്ങുന്ന ഒരു വ്ളോഗർ വേറെ ഉണ്ടാവുന്നത് കോഴിക്കോട് സിറ്റിയിൽ കറന്റ് കോഴിക്കോട് ഉള്ളതിൽ. കാരണം ഞാൻ അത്രയും എക്സ്ക്ലൂസീവ് ആയിട്ട് മാത്രമേ കണ്ടന്റ്സ് കൊടുക്കുള്ളൂ. ഇത്രയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്ലയൻസിനെ മാത്രമേ ഓൺബോർഡ് ചെയ്യുള്ളൂ. അത് ബേസിക്കലി ഞങ്ങൾ അതേ തിയറി, അണ്ടർ പ്രോമിസ് ഓവർ ഡെലിവർ. അതെ അതെ, അവർക്ക് വിചാരിച്ചതിലും കാരണം ഞാൻ ഓരോ എക്സ്പെക്ടേഷൻസ് എപ്പോഴും ഞാൻ ലോ ആക്കിയിട്ട് കീപ്പ് ചെയ്യും എൻ്റെ വീഡിയോ ഇറങ്ങുന്നത് വരെ. പക്ഷെ വീഡിയോ ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് വിചാരിക്കാത്ത സംഭവങ്ങൾ കിട്ടുമ്പം ദെൽ ബി വെരി മച്ച് ഹാപ്പി. അതാണ് എൻ്റെ ഒരു നീഷ് എന്ന് പറഞ്ഞാലേ. എല്ലാവർക്കും ഇപ്പം നമ്മൾ ഇതൊക്കെ കിട്ടും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പറഞ്ഞാൽ ആരെയും ഞാൻ നിർത്തില്ല. കാരണം എൻ്റെ അഭിപ്രായം വെച്ചാൽ ലൈക്ക് അവർക്കൊരു വീഡിയോ ആണ് എൻഡ് ഓഫ് ദി ഡേ. ഇപ്പോൾ അവർക്ക് വേറൊരു സെയിൽ കൺവേർഷൻ ഇതിൽ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കൂടെ ഇവർക്ക് ഇവരെ ബ്രാൻഡിനെ ഷോക്കേസ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കണം. അത് ആ വീഡിയോ എത്ര ക്വാളിറ്റിയിൽ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് ഞാൻ ചെയ്തു കൊടുക്കും. ഇപ്പം എന്താ പറയാ, ഷാനൊരു ബിസിനസ് തുടങ്ങി, ബിസിനസ് എന്തെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ് എന്തെങ്കിലും ഒരു സാധനം തുടങ്ങി. അപ്പോൾ ഷാൻ്റെ ഒരു കുടുംബക്കാരുടെ അടുത്തോ അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് പറയാ ലൈക്ക് ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, ഇവിടെ ഇന്ന സാധനങ്ങൾ ഞാൻ വിൽക്കുന്നുണ്ട്, സെല് ചെയ്യുന്നുണ്ട്, ഇതൊക്കെയാണ് എൻ്റെ പ്രൊഡക്ട്സ്, ഈ പ്രൊഡക്ട്സിന് ഇന്ന ക്വാളിറ്റീസ് ഉണ്ട് എന്നൊരാളോട് പറയുന്നതിലും ആക്സെപ്റ്റബിൾ ആണ് ഫോൺ എടുത്തിടുക, ഇതാണ് എൻ്റെ വീഡിയോ, ഇതാണ് ഒരു വ്ളോഗർ ചെയ്ത വീഡിയോ ആണിത്, ഇതാണ് എൻ്റെ ബിസിനസ് എന്ന് പറയുമ്പം അവർക്ക് അതിൽ നിന്ന് ഉണ്ടാവുന്ന ഇമ്പാക്റ്റും ഷാൻ പറയുമ്പോഴുള്ള ഇമ്പാക്റ്റും രാവും പകലും പോലെ ഡിഫറെൻ്റ് ആണ്. സോ അതാണ് എൻ്റെ മെയിൻ ഏരിയ വരുന്നത്. കാരണം അതിൽ നമുക്ക് റിസ്ക് ഇല്ല. ഇവർക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വേണ്ട നല്ലൊരു ഇതാണ്. പിന്നെ അത്രയും പേയ്മെന്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ക്ലയൻസിനെ മാത്രമേ ഞാൻ ഓൺബോർഡ് ചെയ്യുള്ളൂ. കാരണം അത്രയും പണിയെടുക്കും ഒരു വീഡിയോമിൽ. നല്ല എഫേർട്ട് ഇടും. നല്ല എഫേർട്ട് ഇടുന്ന വെച്ചാൽ എനിക്ക് ഓൾറെഡി 6 പേരുള്ള ഒരു സ്റ്റാഫ് ഉള്ള ഒരു ടീമുണ്ട്. വേറൊരു പേജ് അല്ല, ഞാൻ തന്നെയാണ് ചെയ്തത്. എനിക്ക് ഓൾറെഡി സ്റ്റാഫ് ഉണ്ട്. വീഡിയോഗ്രാഫി മാത്രമേ ഞാൻ എന്നിട്ടും പുറത്ത് കൊടുക്കുന്നുള്ളൂ. ലൈക്ക് ഞാൻ അല്ലാതെ ഒരു സാധനം ചെയ്ത് എഡിറ്റിംഗ് സ്റ്റിൽ ഞാനാ ചെയ്യുന്നത്. എന്റെ വീഡിയോ സ്റ്റിൽ എഡിറ്റ് ചെയ്യുന്നത് ഞാനാണ്. ഈവൻ തോ എനിക്ക് ഇത്രയും ആൾക്കാർ എഡിറ്റേഴ്സ് ഒക്കെ ഉണ്ടായിട്ട് കൂടെ ക്വാളിറ്റി കോംപ്രമൈസ്. കാരണം ഇത് എനിക്ക് വെച്ചാൽ ഇതങ്ങനെ വലിയ സ്കെയിലപ്പ് ആയിട്ട് വലിയ തലങ്ങളിലേക്ക് ഈ വ്ളോഗിങ് കൊണ്ടുപോകണമെന്നൊന്നും എനിക്കില്ല. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ക്വിറ്റ് കഴിക്കും, ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇത് എനിക്ക് ഇഷ്ടത്തോടെ ചെയ്യണം. എന്താ പറയാ, ഇഷ്ടത്തോടെ ഒരു ആ സാധനം ചെയ്തണം. എല്ലാത്തിലും ഇന്റെ ഒരു ഇത് വേണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. ഇത് സ്കെയിലപ്പ് ചെയ്യാനോ ഇതൊരു ബിസിനസ് ആക്കിയിട്ട് കൊണ്ടുപോകാനൊന്നുള്ള ഒരിതില്ല. ബട്ട് സ്റ്റിൽ ഇതിനാണ് എന്റെ ഇൻകം ഒക്കെ വരുന്നുണ്ടെങ്കിലും എനിക്ക് തന്നെ ചെയ്യണം. ഇത്രയും ടീം ഉണ്ടായിട്ടും എനിക്ക് തന്നെ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി കുറച്ചൊന്ന് നമുക്ക് റീവൈൻഡ് അടിക്കാം. അപ്പോ ദർസിയിൽ പഠിച്ച മിൻഹാജ് മുഹമ്മദ് എങ്ങനെ മിന്നായി മാറി? അപ്പൊ ദർസിയിൽ അതൊക്കെ പറയേണ്ടി വരും. അത് ആക്ച്വലി ഭയങ്കര വലിയ സ്റ്റോറിയാണ്. IPM-ലൊക്കെ ആ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. എന്തൊന്ന് സംസാരിക്കാൻ വിളിച്ചേരോ പറയാം. ഞാൻ ആക്ച്വലി 5-6 വർഷം ദർസിൽ പഠിച്ച ആളാണ്. പഠിത്തെന്തോ ആയിക്കോട്ടെ, ദർസിൽ പഠിച്ചാണ്. അതിൽ 5 വർഷം ഒരു ദർസിൽ ഞാൻ പഠിച്ച്. ദർസ് മീൻസ് ഇസ്ലാമിക് സ്റ്റഡീസ്. ദർസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും കുറെ ആൾക്കാർക്ക് ഒരു പുച്ഛാണ്. ഇസ്ലാമിക് സ്റ്റഡീസ്, റിലീജിയസ് പരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പഠിച്ചാണ്. അപ്പൊ അതിൽ 5 കൊല്ലം പഠിച്ച അതിന്റെ ഗ്രാജുവേഷനുള്ള ലെവലിൽ നെക്സ്റ്റ് ഒരു 1 ഇയർ അടുത്ത കോളേജിലേക്ക് പോയി. ആ കോളേജിൽ ഞാൻ ആക്ച്വലി ചാടി, എനിക്ക് ഇഷ്ടമായില്ല. അതായത് ബേസിക്കലി ഇത് +2 കഴിഞ്ഞിട്ടാണോ? +2 കഴിഞ്ഞിട്ടല്ല, 7ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. ഞാൻ ആക്ച്വലി 7ാം ക്ലാസ് കഴിഞ്ഞ് സ്കൂളിൽ പോയിക്കില്ല. അപ്പൊ ബേസിക്കലി 7ാം ക്ലാസ്സും ഗുസ്തിയാന്ന് പറയാം. അല്ല, ഗുസ്തി ഇല്ല, ബാക്കി എല്ലാ എക്സാംസും ഞാൻ എഴുതിയിട്ടുണ്ട്. 10ാം ക്ലാസ് എഴുതി. 10ാം ക്ലാസ് 1 മാസം കൊണ്ട് പഠിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. അപ്പൊ കേരള സിലബസ് NIOS എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ഓപ്പൺ സ്കൂൾ. അപ്പം ഈ ദർസ് ചാടിയല്ലോ സംഭവം. നമ്മൾ ആദ്യം ഈ 5 കൊല്ലം പഠിച്ച ദർസ് എന്ന് പറഞ്ഞാല് അവിടെ നമ്മളാണ് ഫസ്റ്റ് ബാച്ച്. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, ഫസ്റ്റ് ബാച്ച് നമ്മളായോണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ഒരു പുതിയ നിയമം വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കളിക്കണം, നമ്മളെന്തെങ്കിലും കളിക്കണം. അതിനനുസരിച്ച് അവിടെ നിയമം വരും. അപ്പൊ നമ്മൾ കംഫർട്ടബിളാ, ഓരോന്നോരോന്നായിട്ട് കഴിഞ്ഞിട്ടാ വരുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നം സോൾവ് ചെയ്യുക, ഇങ്ങനെ ഒരു സ്റ്റാഫ് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് ഇനി അത് ഉണ്ടാവരുത്, ഇനി അത് അങ്ങനെ ചെയ്യുക, അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കില്ല. അങ്ങനെ ഇതിപ്പോ ഫസ്റ്റ് ദർസായോണ്ട്, ഫസ്റ്റ് ബാച്ച് നമ്മളായോണ്ട് അങ്ങനെയുള്ളൂ. അപ്പൊ പെട്ടെന്ന് പുതിയൊരു കുറെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പുതിയൊരു കോളേജിലേക്ക് മാറിയപ്പം അവിടെ ഓൾറെഡി ഇൻബിൽട്ട് നിയമങ്ങളാ. കാരണം എല്ലാ കുർത്തക്കേടും കണ്ട ഉസ്താദന്മാരാണ് അവിടെ ഉള്ളത്. അപ്പൊ എനിക്കത് ഒന്നും നടക്കുന്നില്ല. കാരണം കുറെ സീനിയേഴ്സും ലൈക്ക് നമ്മള് ഫസ്റ്റ് 8 കൊല്ലത്തെ കോഴ്സാ. അപ്പം ഫസ്റ്റ് ദർസിൽ നമ്മളാണ് സീനിയർ, നമ്മളെ കഴിഞ്ഞിട്ട് പിന്നെ പുതിയ വരുന്നുള്ളൂ.
അപ്പൊ എനിക്കിതൊന്നും ഇഷ്ടമായില്ല. അപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞു ഉമ്മക്ക് നടക്കുന്നില്ല. ഇപ്പൊ ഇവര് കരച്ചിലും പിച്ചിലും ഭയങ്കര വിഷയം. എന്റെ മോന് വഴിതെറ്റി പോയി. അപ്പൊ എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് ഇവിടെ നിക്കല് നടക്കുന്നില്ല. ഞാൻ എന്താക്കി, അവിടെ ആനുവൽ ഡേന്റെ അന്ന് എല്ലാരും ഗ്രൗണ്ടുള്ള സമയത്ത് ഞാൻ ബാഗൊക്കെ ആയിട്ട് മതില് ചാടി. ലിറ്ററലി മതില് ചാടി ഇറങ്ങിപ്പോന്ന് ബാഗൊക്കെ ആയിട്ട് ഒരു തുണിയും കുപ്പായും ഒക്കെ ഇട്ടിട്ട്, കുപ്പായല്ലോ ഒരു ജുബയും മറ്റേ പാന്റ് പൈജാമയും അത് ഇട്ടിട്ട് ഞാൻ ബസ് കയറി. കുറ്റിയാടിയായിരുന്നു. കുറ്റിയാടിന്ന് അത്തോളിക്ക് ബസ് കയറി. ഞാൻ ഇങ്ങനെ ഡോറിന്റെ അടുത്ത് എത്തിയപ്പോ വീട്ടുകാരൊക്കെ ഞാനിങ്ങനെ പോയിച്ചു നോക്കിയ ബാഗൊക്കെ ഉണ്ടല്ലോ ഇവർക്ക് ഓൾറെഡി ഞാൻ ഇങ്ങനെ ഇറങ്ങുന്ന വക്കത്താന്ന് ഇവർക്ക് അറിയാം. പക്ഷെ ഇവരിത് പ്രതീക്ഷിക്കുന്നില്ല. ഇറങ്ങി പോരുമെന്ന്. ചെറുതാണല്ലോ, ലൈക്ക് അന്നത്ര ചെറിയ ഏത് കൊല്ലായിരിക്കും? 10ാം ക്ലാസ് ഒക്കെ ആയിരിക്കും അന്ന്. പക്ഷെ ഇന്നത്തെ 10ാം ക്ലാസ് കുട്ടികളായിട്ട് അന്നത്തെ 10ാം ക്ലാസ് കുട്ടികളെ ഇയർ ഓർമ്മയില്ല. 2000 അല്ലേ? ജെൻസി അല്ലേ? 2000 പറയണ്ട. 2000 അപ്പൊ 2013 ആ ടൈം ആയിരിക്കും. കാരണം ഇന്നത്തെ 10ാം ക്ലാസ് കുട്ടികളെ ബുദ്ധിയും അന്നത്തെ ആൾക്കാർ വെച്ച് കമ്പയർ. അന്ന് ഫോണും ഇതൊന്നും ഇല്ല, സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല. ലൈക്ക് അന്ന് 10ാം ക്ലാസ് ആൾക്കാർ എന്ന് പറയുന്നത് ലിറ്ററലി കുട്ടികളാണ്. ഇന്ന് കുട്ടികൾ എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് നമ്മളെക്കാട്ടും വിവരമുള്ള ആൾക്കാർ, നമ്മളെക്കാട്ടല്ലേ നിങ്ങളെക്കാട്ടും. ഞാൻ ജെൻസിയാ. അപ്പൊ ഒരു ഗ്രോണപ്പ് ആയിട്ടുള്ള മാനിനെക്കാട്ടും വിവരം ഇന്നത്തെ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയൊക്കെയാണ്. ഏത് ഈ സോഷ്യൽ മീഡിയ പരമായിട്ടും ലൈഫ് എക്സ്പീരിയൻസ് അല്ല. കറക്റ്റ്. അപ്പൊ അങ്ങനെ ഇറങ്ങി വീട്ടിൽ ചെന്നു. വീട്ടില് കാരണം ഇവരെ എല്ലാരെയും 3 ദിവസം കാണാറ്. ഞാൻ വീട്ടുകാരെ കുറ്റം പറയല്ല കേട്ടോ, അവർക്ക് അതേ ലൈക്ക് ഇതാണ്. അതെ, അതാണോ, ഞാൻ ആരെയും കുറ്റം പറയല്ല. അപ്പൊ ഓരെന്നെ കുറെ തടഞ്ഞ് കുറെ ഉപദേശിച്ചു. അങ്ങനെ ഇവരെ ഉപദേശം ഏൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവര് പുറത്തുനിന്ന് ആളെ കൊണ്ടൊന്ന് ഉപദേശിക്കാൻ തുടങ്ങി. പുറത്തുനിന്ന് ആളെ ഇവര് കൊണ്ടുവരുന്നല്ല, കുടുംബക്കാരെന്നെ. ലൈക്ക് കാക്കന്റെ ഫ്രണ്ട്സ്, വാപ്പന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മൂപ്പരൊക്കെ ഡെയിലി വന്ന് ഇങ്ങനെ ഉപദേശിക്കും. അപ്പൊ ഈ ഒരു ചെവിന് കേൾക്കും, മറ്റേ ചെവിയിലൂടെ ചെയ്യാനല്ല, ഞാൻ റൂമിലിരിക്കല്ലേ. അങ്ങനെ വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ എന്താക്കി, വീടും ചാടി മീൻസ് ഡെയിലി രാവിലെ ഞാൻ പുരയിന്ന് ഇറങ്ങും. ഒരു 10-12 മണിക്ക് ശേഷം ഞാൻ വീട്ടിൽ കയറുള്ളൂ. ഇതിന്റെ ഇടയിൽ ഞാൻ എവിടെ പോകുന്നു ഇവർക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഇപ്പോഴും ഐഡിയ ഉണ്ടാവില്ല. ഞാൻ ഈ പറഞ്ഞ ചില പോഡ്കാസ്റ്റ് ഒരു കേട്ടാൽ ഐഡിയ ഉണ്ടാവും. ഞാൻ പോയിട്ട് കോഴിക്കോട് മൊത്തം തെണ്ടി നടക്കും. ആ സമയത്ത് എന്റെ ഉപ്പ വാങ്ങിച്ചൊരു ആക്സസ് ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ. പഴയ ആക്സസ് അല്ല, പഴയ ആക്സസ്. എനിക്ക് ലൈസൻസും ഇല്ലായിരുന്നു തോന്നുന്നു. സ്റ്റിൽ ഞാൻ കോഴിക്കോട് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കായിരുന്നു. പെട്രോളിന് പൈസ അതൊക്കെ കഥ. അങ്ങനെ പൈസ വേണല്ലോ, കുറച്ചൊക്കെ ഇൻ്റെ. പിന്നെ ഞാൻ എന്തായി മെല്ലെ ഉപ്പാന്റെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ കുറച്ച് അതെ. അന്ന് ആ സമയത്താണ് 200 നോട്ട് ഇറങ്ങണത്. അങ്ങനെ 100 രൂപ പൊക്കിക്കൊണ്ടിരുന്ന ഞാൻ 200 പൊക്കി തുടങ്ങി. 200 നോട്ട് ഉണ്ടല്ലോ, ഒറ്റ നോട്ട് പൊക്കിയാൽ മതി. കാരണം ഈ ക്വാണ്ടിറ്റി ഒക്കെ ഭയങ്കര വിഷയം. ഇതിൽ കുറഞ്ഞാല് വാപ്പ അറിയൂ. 200 നോട്ട് പൊക്കി. ഇങ്ങനെ 200 മതിയാവാതെ വന്നപ്പം 500 പൊക്കി തുടങ്ങി. അപ്പൊ ഈ ഗ്രീഡിനെസ് കൂടി. ലിറ്ററലി അതാണല്ലോ സൈക്കോളജി, അങ്ങനെ ആണല്ലോ. 200 മതിയാവാതെ 500 പൊക്കി. 500 പൊക്കിയപ്പോ വാപ്പ പൊക്കി മീൻസ് ഞാനാണ് പൊക്കുന്നതെന്ന് വാപ്പ അറിഞ്ഞില്ല. പക്ഷെ വാപ്പ പൈസ പോകുന്ന അറിയാൻ തുടങ്ങി. അങ്ങനെ വാപ്പ സ്ഥലം മാറ്റി. സാധാരണ പോക്കറ്റിലാണ് ഉണ്ടാവല്, അത് മാറ്റി ബെഡിന്റെ അടിയിലാക്കി. അവിടുന്ന് പൊക്കി. അവിടുന്ന് വാപ്പ മനസ്സിലായി. വാപ്പ ഉമ്മനോട് പറഞ്ഞു ഇങ്ങനെ പോകുന്നുണ്ട്. വീട്ടിൽ ഈ യാത്രയല്ലേ ഉള്ളൂ. അല്ല, അനിയത്തിയും കാക്കത്തൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു ഇതിലുള്ള ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പോകുന്നുണ്ട് ഇല്ലെന്ന് അറിയുന്ന പോകുന്നുണ്ട്. അപ്പൊ ഉമ്മ എന്നോട് ഞാനറിയില്ല, ഞാൻ ഇങ്ങനത്തെ പരിപാടി ഇനി ഇത് പൊക്കിയാല് അല്ല അടി കിട്ടും വാപ്പൻ്റെന്ന്. അപ്പം പൊക്കും എന്ന് വെച്ചാൽ ഞാൻ എന്താക്കി, അന്ന് ബാംഗ്ലൂർ ഡേയ്സ് ഫിലിമൊക്കെ ഇറങ്ങിയ സമയം. അപ്പം ദുൽഖറിനെ കണ്ട് ഇൻസ്പയർ ആയോ? കാറ് കേൾക്കാൻ പോയി. ഓനാ ഇതിന്റെ കാറ് കേൾക്കുന്നുണ്ട്. അതിന്റെ ഈ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ഇറങ്ങിണ്ടായിരുന്നു. എന്റെ സ്റ്റോറി വരുന്നത് ജിനാസായിട്ട് സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞത്. അത് 1 മില്യന്റെ അടുത്ത് വ്യൂസ് ആയി. അത് ആക്ച്വലി എന്റെ റിയൽ സ്റ്റോറിയാ. ഞാനിങ്ങനെ കഥ പറഞ്ഞ പോകാൻ പറഞ്ഞത് ഓക്കെ ഇങ്ങനെ ഒരു ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെ ആവശ്യമുണ്ട്, നീ ഫിക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പോകുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇതാക്കിയിട്ടാണ് അതിലെ ഷൂട്ടൊക്കെ ചെയ്ത്. കാർ കഴുകാൻ ആക്ച്വലി ഇവിടെ കോഴിക്കോടുള്ള പല ഫ്ലാറ്റിലെ സെക്യൂരിറ്റിമാരുടെ അടുത്തും പോയിട്ട് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തു. കാർ കഴുകാൻ ആരെന്റെ വിളിച്ചോ. പിന്നെ നല്ല നല്ല കാറുള്ള വീട്ടിലൊക്കെ കയറി ഞാൻ ചോദിക്കാൻ തുടങ്ങി. ചിലരൊക്കെ തരും. ഞാൻ വളരെ ചെറുതാണ്. ആക്സസിന്റെ ഉള്ളില് ഒരു 2 രൂപയുടെ ഷാമ്പൂ കുറച്ച് തുണിയൊക്കെ വാങ്ങിയിട്ട് ഞാൻ പോവാ.
കാറ് കഴുകി കുറച്ചിങ്ങനെ പൈസ ഉണ്ടാക്കും. അങ്ങനെയാണ് ഞാൻ എത്ര റുപ്യ വാങ്ങി? 100, 200 എത്ര? 200, 300 ഒക്കെ അതിന് ഒരു കാറിന് വാങ്ങല്. ഓക്കെ, സ്റ്റാൻഡേർഡ് റേറ്റ്. അതില് സ്റ്റാൻഡേർഡ് വിട്ടുള്ള പരിപാടി ഇല്ല. അപ്പോൾ ഈ അടുത്ത് എനിക്ക് തോന്നുന്നു 1 കൊല്ലം മുന്നേ എന്നെ ഒരു സെക്യൂരിറ്റി വിളിച്ച് കാർ കഴിക്കുന്ന ആളല്ലേന്ന് വെച്ചിട്ട്. ഇപ്പൊ ഈ അടുത്ത് അതാ ഷോർട്ട് ഫിലിമിലുണ്ട്. ബേസിക്കലി പൈസ ഉണ്ടാക്കാൻ ഈസി ആണെന്നാ പറഞ്ഞു വരുന്നത്. ഈസി നമ്മൾ എന്ത് ചെയ്യാനങ്ങ് റെഡിയായി. കാരണം പൈസ വേണം, വീട്ടിലിരിക്കലും നടക്കൂല. കാരണം ഞാൻ ആകെ ചെയ്യുന്നത് ഒന്നെങ്കിൽ മൈത്ര ഹോസ്പിറ്റലിന്റെ ലോഞ്ചിൽ പോയിരിക്കും, അല്ലെങ്കിൽ കടലാസ് കഫേയിൽ പോയിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ബീച്ചിൽ കൂടെ തിരിഞ്ഞളിക്കും. വെയിലുള്ള സമയത്ത് അത് നടക്കൂല. അപ്പൊ മൈത്ര ഹോസ്പിറ്റലിൽ പണ്ട് ക്യാൻറ്റീനിൽ നല്ലൊരു കോഫി കിട്ടിയിരുന്നു. ഇപ്പൊ ഇല്ല, കൊറോണ വന്നതിന്റെ ശേഷം ആ കോഫി ഒഴിവാക്കി. ഇപ്പൊ മെഷീൻ കോഫി അതൊന്നും എടുത്തിരും. ഇപ്പൊ മെഷീൻ കോഫി പണ്ടൊരു കോഫി കിട്ടിയിരുന്നു, പാലിന്റെ മേലെ കോഫി പൗഡർ ഇങ്ങനെ കിടക്കയ്യ. അപ്പൊ അതും കുടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കും. ചിലപ്പോ അവിടെ നിന്ന് ഒരു ഫിലിമൊക്കെ ഫുള്ള് കണ്ടിരിക്കും. ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, മൈത്രന്റെ ലോഞ്ചല്ലേ, ആരെ ഇറങ്ങി പോകാൻ പറയോ? ഹോസ്പിറ്റലല്ലേ. ലോഞ്ച് അല്ലെങ്കിൽ റെസ്റ്റോറന്റോ? റെസ്റ്റോറന്റിൽ ഇരിക്കും, പിന്നെ ലോഞ്ചിൽ റെസ്റ്റോറന്റിലോ. അതേമാതിരി എനിക്ക് കടലാസ് കഫേന്റെ ഗ്രോത്തിന്റെ ആ സമയത്ത് ലൈക്ക് അവിടെയുള്ള എല്ലാ റേറ്റും എനിക്കറിയാം. കഫേ പൂട്ടുന്നവരെ ഞാൻ അവിടെ ഇരിക്കും. ആകെ വാങ്ങാ ഒരു അമേരിക്കാനോ ഒരു ഫ്രഞ്ച് ഫ്രൈസ്, അത്രേ കഴിക്കുള്ളൂ. പക്ഷെ അവിടെ ഇരിക്കുന്നു, കാരണം വീട്ടിൽ പോയാല് ഗുണദോഷിക്കല്ലോ. അതെ. അപ്പം അങ്ങനെ ഇരുന്നാണ് ഞാന് ദ കാലിക്കറ്റ് സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു പേജ് തുടങ്ങി. അന്ന് ഫോണും ഇന്റർനെറ്റും ഇതൊക്കെ ഉണ്ട്. അന്ന് ഏതൊരു ഫോൺ എനിക്ക് ഓർമ്മയില്ല, ഏതോ സാംസങ്ങിന്റെ ലോക്കൽ ഫോണാണ്. ഏതൊരു ഫോൺ, സാംസങ് ഒക്കെ ഇപ്പൊ ലോക്കലായി. അല്ല, അതെ. അന്ന് ലെനോവോന്റെ ഒരു ഫോൺ എന്റെ കാക്ക വാങ്ങി തന്നെ, ലെനോവോന്റെ X5 എന്ന് പറഞ്ഞൊരു ഫോൺ. അത് നല്ല രസമാണ്, റെയിൻബോ പോലെയൊക്കെ സൈഡിൽ. അപ്പൊ ഞാൻ അതന്നെ വേണമെന്നൊരു വാശി പിടിച്ച് ദർസ് പഠിക്കുന്ന സമയത്ത് കാക്കനോട് വായിപ്പിച്ച. അങ്ങനെ കാക്ക എവിടെയോ പോയി തപ്പി വാങ്ങിക്കൊണ്ടുവന്ന. അങ്ങനെ ആ ഫോണിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ലൈക്ക് കോഴിക്കോടിന്റെ എന്തെങ്കിലും ആ സമയത്താണ് ബ്രോക്കൺ ബ്രിഡ്ജ് ഒക്കെ ഫുള്ളായിട്ട് പകുതി പൊളിഞ്ഞ് വെക്കുന്നതോ ഫുള്ളായിട്ട് പൊളിഞ്ഞ് വെക്കുന്നതോ അതൊക്കെ എന്റെ ചാനലിൽ ഉണ്ടായിരുന്നു, ന്യൂസ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. ചാനൽ എവിടെയാ തുടങ്ങിയത്? ചാനലല്ല, ഇൻസ്റ്റഗ്രാമില് 2019 അതിനൊരു ലോഗോ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ചെയ്ത് ഓരോരുത്തരുടെ സാധനങ്ങൾ റീപോസ്റ്റ് ചെയ്യുക, ഇങ്ങനത്തെ സാധനങ്ങൾ ഇടുക, ഡോൺ കണ്ടന്റ് തന്നെ എന്തെങ്കിലും കിട്ടിയാൽ ഇടുക. അങ്ങനെ തുടങ്ങിയാണ് ലൈക്ക് ഒരു 1000 ഫോളോവേഴ്സ് ഒക്കെ ആയിരം എനിക്കൊരു കഫേന്ന് ഇൻവിറ്റേഷൻ കിട്ടി ഫോർ ദർ ട്രയൽസ്. ശനിയാഴ്ച കഫേ തുറക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച ട്രയലിന് ഇവർ കുറച്ച് വ്ളോഗേഴ്സിനെ വിളിച്ച കൂട്ടത്തിൽ എന്നെ വിളിച്ച് പുതിയ കഫേ. ചില അന്ന് അങ്ങനെ ഒരു സാധനം കിട്ടി. ഇന്ന് പിന്നെ എന്താ പറയുക, ലീലെന്ന് വിളിച്ചാൽ പോലും, അല്ലെങ്കിൽ ദുബായിൽ ബുർജ് ഖലീഫിന്റെ ഏതെങ്കിലും ഹോട്ടലിൽ വിളിച്ചാൽ പോലും എനിക്ക് ആ സന്തോഷം, എക്സൈറ്റ്മെന്റ് ഒന്നും അന്നത്തെ അതൊന്നും ഇപ്പൊ കിട്ടൂല. കാരണം അന്ന് ഫസ്റ്റത്തെ ഒരു ഫ്രീ ഫുഡ് കിട്ടാന്നൊക്കെ പറഞ്ഞാൽ അന്ന് എന്താന്നാ, നാട്ടിൽ ഞാനേ കിങ്. കാരണം അന്ന് കഫേ പോയി ഒരു അമേരിക്കാനോ കുടിക്കാന്ന് പറഞ്ഞാൽ തന്നെ ലൈക്ക് എ ഡ്രീം. കാരണം ഇവിടുന്ന് 15 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക് ടൗൺ. അങ്ങനെ അവിടെ പോയി, അവിടുന്ന് കുറച്ച് ഫുഡ് ബ്ലോഗേഴ്സിനൊക്കെ പരിചയപ്പെട്ട് നമ്മളെ ഈ വില്ലാമറിയം അറിയോ? വില്ലാമറിയം അയഗോടി റോഡിലൊരു വില്ലാമറിയം എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്, ഒരു നല്ല പ്രോപ്പർട്ടിയാ. അപ്പം അവിടെ കഫ്താൻ ഗ്രിൽ എന്ന് പറഞ്ഞൊരു കഫേ ഉണ്ട് അതിന്റെ ലോഞ്ചിൽ. അവിടെ ഇപ്പം റഷാബോളാണ്. റഷാബോൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, അതൊരു ന്യൂട്രീഷൻ ഇതൊക്കെ ഇതാക്കുന്നത്. അപ്പൊ അവിടെ ഇപ്പൊ അതാണ്. അന്ന് അവിടെ കഫ്താൻ ഗ്രിൽ എന്ന് പറഞ്ഞൊരു കഫേ, അതിപ്പോ പൊട്ടിപ്പോയി. അപ്പൊ അല്ല, അവിടുന്ന് കുറെ വ്ളോഗേഴ്സിനെ പരിചയപ്പെട്ട്. കോഴിക്കോട് ട്യൂ, അതുപോലെ അന്ന് ഒരു അശ്വല്, ഡോക്ടർ സുദീപ്, പിന്നെ ഹർഷാദ്, പിന്നെ കാലിക്കറ്റ് ഫുഡ് മാനിയൊക്കെ അവിടെ നിന്ന് അതൊന്നും പരിചയപ്പെട്ടത്. അങ്ങനെ അതില് ഹർഷാദ് അല്ല, അന്ന് ഞാനേ അറിയപ്പെടുന്നില്ല, പേര് പോലും പുറത്തില്ല. അന്ന് ഹർഷാദ് എന്ന് പറഞ്ഞൊരു വ്ളോഗർ ഉണ്ടായിരുന്നു, ഫുഡി എക്സ്പ്ലോർ ഹർഷാദ്. അങ്ങനെ ഓന്റെ കൂടെ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊലാബിന് പോകുന്ന സമയത്ത് ഓന്റെ കൂടെ വെറുതെ ഫുഡ് കഴിക്കാൻ പോയി. അന്ന് ഫുഡേ ഉള്ളൂ, ബ്ലോഗേഴ്സിന് പൈസ ഇല്ല. ഫുഡ് കഴിക്കുക, ഫോട്ടോ എടുക്കുക, അടിയിൽ 5 സ്റ്റാർ കൊടുക്കുക, 4.5 സ്റ്റാർ കൊടുക്കുക, 3.5 സ്റ്റാർ കൊടുക്കുക, അടിയിൽ അഭിപ്രായം എഴുതിയിടുക, അത്രേ ഉള്ളായിരുന്നു. സ്റ്റാർ എവിടെ കൊടുക്കും? ഗൂഗിൾ റിവ്യൂലോ? അല്ലല്ല, ക്യാപ്ഷനില്. അത്രേ ഉള്ളൂ. അങ്ങനെ ഓന്റെ കൂടെ പോയി തുടങ്ങി. ഫുഡ് ബ്ലോഗിന്റെ ബാലപാഠങ്ങൾ കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, വൈ കാണ്ട് ഐ മേക്ക് ഇറ്റ് പേഴ്സണൽ, ലൈക്ക് കുറച്ചുകൂടി ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യല്ലോ. അങ്ങനെ അന്ന് വിചാരിച്ചില്ല, ബട്ട് സ്റ്റിൽ അതായിരുന്നു എൻ്റെ ഇത്. അപ്പൊ ഞാൻ എന്താക്കി, മിന്ത ഫുഡിന്നാക്കി പേര്, മിന്ത ഫുഡിന്ന് പേരാക്കി. അങ്ങനെയാണ് ലൈക്ക് ആ പേരിലും പിന്നെ കുറച്ച് ഇങ്ങനെ പോയി. അപ്പൊ കാലിക്കറ്റ് സ്റ്റോറീസ് നിർത്തി മിൻഹാജ് ദ ഫുഡി ആക്കി, അതേ പേജ് തന്നെ.
സെയിം പേജ് മിന്ത ഫുഡിന്ന് പേര് മാറ്റി മിന്ത ഫുഡി ആക്കി. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് വോയിസ് ഓവർ വീഡിയോ ചെയ്യുന്നത്. ട്രിവാൻഡ്രത്തുള്ള താങ്ക് ഗോഡ് ഐ ആം ഫാറ്റ് എന്ന് പറയുന്ന ഒരു എൻ്റെ അറിവിൽ ആണ്, ഇഫ് ഐ എം നോട്ട് റോങ്, അഞ്ജന ഗോപകുമാർ ആദ്യമായിട്ട് വോയിസ് ഓവർ വീഡിയോസ് ചെയ്യുന്ന ആളാണ്. അത് കഴിഞ്ഞ് വേവാട് ഗവൺമെന്റ് ലൈക്ക് അങ്ങനെ പിന്നെ എല്ലാവരും വോയിസ് ഓവർ വീഡിയോയിലേക്ക് മാറി. ലൈക്ക് അതിന് ഭയങ്കരമായിട്ട് ആൾക്കാർ അക്സെപ്റ്റൻസ് കിട്ടി മീൻസ് ഇപ്പൊ ഒരാൾ എഴുതിയത് വായിക്കാനും സാധനം ഇങ്ങനെ കണ്ടു മനസ്സിലാക്കാൻ ഈസിയാണ് എന്ത് വോയിസ് ഓവർ വീഡിയോസ്. അതിന് റീച്ച് കൂടി തുടങ്ങിയപ്പോ എല്ലാവരും വോയിസ് ഓവർ വീഡിയോ തുടങ്ങി. അതിലാണ് ആക്ച്വലി ഒരു ട്രെൻഡാണ്. എന്താ ഇഷ്ടം, അതെ, നമ്മൾ ഓഡിയൻസിന് എന്താ ഇഷ്ടം എന്നുള്ള രീതിയിൽ അവർക്ക് എന്താണ് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെയാണ് കൊറോണ വരുന്നത്. പക്ഷെ നീ തുടങ്ങിയോ, പരിപാടി തുടങ്ങിയോ, വോയിസ് ഓവർ വീഡിയോ തുടങ്ങിയോ? അതോ എന്റെ ഫസ്റ്റ് വോയിസ് ഓവർ വീഡിയോ കാണണം, ചിരിച്ചു ചാവും. ഞാൻ തന്നെ ഇടക്ക് കണ്ടിട്ട് ഞാൻ ഇത്ര അലമ്പായിരുന്നില്ലേ. കാരണം ഇപ്പോഴത്തെ ആൾക്കാർ ഫസ്റ്റ് ഒരു വീഡിയോ ഇടാന്ന് പറയുമ്പോൾ അവർക്ക് കാണാനും പഠിക്കാനും കുറെ വ്ളോഗേഴ്സ് മുന്നിലുണ്ട്. അതെ, കറക്റ്റ്. നമുക്കതില്ല. നമ്മളെന്താണ്, നമ്മളൊരു ഐഡിയക്ക് അന്ന് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോണ് ഞാൻ തന്നെ സ്വന്തമായിട്ട് വാങ്ങിയൊരു സാംസങ് ഗാലക്സി M20 എന്ന് പറഞ്ഞ ഫോൺ. അപ്പോഴത്തേക്കും പക്ഷെ കാശ് കിട്ടി തുടങ്ങി അപ്പോഴത്തേക്കും? ഇല്ല. അപ്പൊ കാശ് ഇപ്പൊ വരുന്നത്? അത് ഞാൻ ഉപ്പൊരു ഷോപ്പ് തുടങ്ങി, അതിന്റെ അടുക്ക് അവിടെ നിന്ന് പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. വാപ്പന്റെ എന്തെങ്കിലും തരും, ഷോപ്പിൽ വെക്കും. അതിന്റെ ഷോപ്പിന്റെ ഇപ്പുറത്തുള്ള ഷോപ്പിൽ തന്നെ ഞാൻ ഫോൺ EMIക്ക് വാങ്ങി. ഒരു 500 രൂപ എന്തായാലും ഡെയിലി കിട്ടുമല്ലോ. 300 നിർത്തി. കാരണം 10-12 റുപ്യുള്ളൂ ഫോണിന്. 5000 mAh ബാറ്ററി ഉണ്ട്. അതായിരുന്നു അന്നത്തെ മെയിൻ. അങ്ങനെ വ്ളോഗ് തുടങ്ങി. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ DSLR ക്യാമറ ഉണ്ട്. രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഞാൻ DSLR ക്യാമറ ആയിട്ടിട്ട് ഒറ്റക്ക് KBCയിൽ അതുപോലെ കുറ്റിച്ചിറ ബിരിയാണി സെന്ററിൽ പോയിട്ടുണ്ട്. അതുപോലെ ഒരു അവിൽ മിൽക്ക് കൊടുക്കുന്ന ഷോപ്പുണ്ട്. ഇപ്പൊ അത് ഭയങ്കര കച്ചവടം അവിടെ. വെള്ളയില് സനൂഫ് ഖാന്റെ ഇബ്രാഹിം ഖാന്റെ അത് ഞാനാണ് ഫസ്റ്റ് ചെയ്തത്. ഒരു അവിടെ ഇന്നെ വെച്ചാല് ഒരു മറക്കൂല. അവരിന്റെ നല്ലതാ. കാരണം അന്ന് ഞാനാണ് ഫസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇടക്കിടക്ക് ഞാൻ ചെയ്യും. ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ചെയ്യലുണ്ട്. അപ്പൊ അന്ന് ഇബ്രാഹിക്ക ഉണ്ടല്ലോ, ഇതിന്റെ ഇവരെ സനൂഫ് ഖാന്റെ ഉപ്പ, മൂപ്പർക്ക് ഒരു ഫ്രിഡ്ജ് നന്നാക്കുന്ന കടന്റെ ഉള്ളിൽ പോലത്തെ കടയിൽ നിന്ന് അവൽ മിൽക്ക് കൊടുക്കല്. ആ സമയത്ത് ഞാൻ ഒറ്റക്ക് DSLR ക്യാമറ ആയിട്ട് വരിക. കാരണം DSLR ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പണിയാണ്. ഇപ്പൊ ഫോണൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നെക്കി കിടത്താൽ ഫോക്കസ് കിട്ടും. മറ്റേത് ഇങ്ങനെ ഇതിപ്പോ അവിൽ മിൽക്കാണ് ഇങ്ങനെ പിടിച്ചിട്ട് ലൈക്ക് അത്രയും വിഷയാ. KBC പോയപ്പോഴാണെങ്കിൽ ഭയങ്കര വിഷയം. ബീഫ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ആക്കണല്ലോ, അതാണ് ഫോക്കസ് ആവുന്നില്ല. പണ്ടാരം ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ബീഫ് ഇങ്ങനെ ആക്കുമ്പോ അത് അങ്ങനെ കുറെ വീഡിയോ അന്ന് തുടങ്ങി. അല്ല, അപ്പൊ എന്തുകൊണ്ടാ ക്യാമറയിലേക്ക് മാറിയത്? ഒരു രസല്ലേ, ഒരു രസം എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഇതിങ്ങനെ. പിന്നെ ഓരോ പണ്ട് ഞാൻ ഇവിടെ മർക്കസ് ഇന്റർനാഷണൽ സ്കൂളാണ് 7ാം ക്ലാസ് വരെ പഠിച്ചത്. സരോവരത്തില്ലേ? അപ്പൊ അവിടുന്ന് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കണക്ട് ആവാൻ തുടങ്ങി. ലൈക്ക് എനിക്ക് അതുവരെ ആരും അറിയില്ല. കോഴിക്കോട് വന്നാൽ നേരെ വീട്ടിൽ പോ, അത്രേ ഉള്ളൂ. ഫ്രണ്ട്സ് ആയിട്ട് കണക്ട് ആവാൻ തുടങ്ങി. അവർക്ക് ഇവിടെ ഒരു ക്ലബ് ഉണ്ട്, അവിടെ പോയി. അവിടുന്ന് കുറെ ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ അങ്ങനെ ഫോണിൽ പിന്നെ അങ്ങനെ എന്താ പറയാ ക്വാളിറ്റീസ് ഇങ്ങനെ കൂടി വന്നു. അതൊക്കെ കൊറോണയ്ക്ക് ശേഷം. അപ്പൊ ഫോണില്ല കയ്യില്. ആ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ആയത് ഈ ഫ്രണ്ട്സാ. ഇവര് കാരണം ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു സമയം ഉണ്ടല്ലോ, ലൈക്ക് ഇവരെ കയ്യില് അന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണിലെ ആൾക്കാരുണ്ട് എന്റെ കൂടെ. അന്ന് എനിക്ക് തോന്നുന്നു 13 Pro Max, 12 Pro Max, 11 Pro ഒക്കെ ഇറങ്ങിയ സമയം. അപ്പം ആ സമയത്ത് ഇവര് എന്താക്കും, എനിക്ക് ഓർമ്മ ഉണ്ട്, എന്റെ കമ്പനിക്കാർ തന്നെ കുറെ ആൾക്കാർ ഇപ്പൊ പേര് പറഞ്ഞു തുടങ്ങിയാല് ഒരാളെ മിസ്സായി പോകും. അത്രയും ആൾക്കാർ പേര് പറയുന്നില്ല. അത്രയും ആൾക്കാർ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ടവര്. അത്രയും ആൾക്കാര് ഫോണ് എന്താ പറയാ റിങ് ചെയ്യാതെക്കാന് ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ട് എനിക്ക് തരുമായിരുന്നു. ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഇന്ററപ്റ്റ് ആവാതെക്കാന്. കാരണം അത്രയും എന്താ പറയാ ഇവർക്ക് ബിസിനസ് ഒക്കെ ഉള്ള ആൾക്കാരാണ്, ഗേൾ ഫ്രണ്ട്സ് ഉള്ള ആൾക്കാരാണ്. ബിസിനസ്സിലേക്കാണ് പ്രശ്നമുള്ളത്, ഗേൾ ഫ്രണ്ട്. എന്നിട്ട് ഒരു ഫ്ലൈറ്റ് മോഡ് ഇട്ടിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ തരുമായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ ഇപ്പൊ ഞാൻ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാല് ഈ ഷോർട്സ് സാംസങ് ഫോണിലേക്ക് മാറ്റുന്ന സമയത്ത് ക്വാളിറ്റി കൊണ്ട് ഇതിന് ഫോണിന് താങ്ങാൻ പറ്റില്ല. ഇതിലെടുക്കുന്ന ഷോർട്സ് ഇതിലേക്ക് മാറ്റാൻ പറ്റുന്ന ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ എന്താക്കി അതിൽ തന്നെ ഫുള്ള് ഒറ്റ വീഡിയോ ആക്കിയിട്ട് അങ്ങനെയൊക്കെ ഷെയർ ചെയ്യല് ഭയങ്കര ടാസ്ക് ആയിരുന്നു. എനിക്കൊന്നൊരു 1.5 കൊല്ലം ഞാൻ ഫോണില്ലാതെ ഫ്രണ്ട്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് വ്ളോഗ് ചെയ്തിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്നൊരു 5 പൈസ ഇല്ല. പക്ഷെ യു ഡിഡ് ഇറ്റ്. പക്ഷെ അതിൽ ഒരു രസമാണോ തോന്നുന്നത്? എന്തുകൊണ്ടാ ഈ പ്രൊഫൈൽ ഉണ്ടാക്കണത്?
ലൈക്ക് എനിക്ക് അന്നൊന്നും അറിയില്ല. അന്ന് എന്റെ ആകെയുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കലായിരുന്നു. വീട്ടിലേക്ക് പോലും നടക്കൂല. പക്ഷെ വീട്ടുകാർക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ എന്താ ചെയ്യുന്നത്. കാരണം സോഷ്യൽ മീഡിയ ആയിട്ടൊന്നും വലിയ കണക്ഷൻ ഇല്ല. ഞാൻ എന്താ ചെയ്യുന്നത് ഒന്നും അറിയില്ല. എനിക്ക് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റുന്നില്ല. ഇതാണ് ഇതിന് കാരണം നമുക്കും അറിയില്ല ഇതിന് ഇത്ര പൊട്ടൻഷ്യൽ ഉണ്ടെന്നോ. അല്ലെങ്കിൽ ഈ ചെയ്യുമ്പോൾ ഫ്രീ ഫുഡ് കിട്ടലുണ്ടായിരുന്നോ? ഫ്രീ ഫുഡും കുറവായിരുന്നു. ചില പലതും ഞാനോ അല്ലെങ്കിൽ ഫ്രണ്ട്സും ഒക്കെ പൈസ കൊടുക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളെ ഗ്രില്ലാക്സിലെ ഷെരീഫ്ക്ക് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഷെരീഫ് ഭായ് മൂപ്പര് എനിക്കിങ്ങനെ ഒരു വോയിസ് മെസ്സേജ് നിങ്ങൾ വരണം, നമ്മളൊരു സൽക്കാരാണ്. അങ്ങനെ തന്നെ അടിച്ചേ ആ വോയിസ്. ഇപ്പോഴും നമ്മളെ ചാറ്റിലെ ഫസ്റ്റ് ആ വോയിസ് ഉണ്ടാവുക. നമ്മളൊരു സൽക്കാരാണ്, നിങ്ങൾ വരണം, ഫുഡ് കഴിക്കണം. അന്ന് അവിടെ ഗ്രില്ലാക്സിലായിരുന്നു മട്ടൻ ഡ്രാനൊക്കെ ഉണ്ടായിന്. ഗ്രില്ലാക്സിൽ ആകെ അന്ന് മെനുവിൽ 10 ഐറ്റം ഉള്ളൂ. 10 ഐറ്റം അങ്ങനെ എന്തോ ഉള്ളൂ, ഗ്രില്ല് മാത്രം. തുടങ്ങുന്ന സമയത്ത് അവിടെ മേത്തോട്ട് താഴത്തുള്ളത്. ഇന്നിപ്പോ ഒരു 50 സെറ്റപ്പ് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. അത് ഷെരീഫ് ഭായിന്റെ ഒക്കെ ഒരു ഇതാന്ന് ഞാൻ പറയുള്ളൂ. അപ്പൊ അത് അപ്പോഴത്തേക്ക് നിനക്ക് എത്ര ഫോളോവേഴ്സ് ആയിട്ടുണ്ടാവും? എനിക്ക് ഓർമ്മല്ല. ലൈക്ക് ഒരു 10K. ഞാന് ലോക്ക്ഡൌണിൽ ഒരു ചക്കക്കുരു ഷെയ്ക്കിന്റെ വീഡിയോ ഇട്ടിട്ടാണ് ഞാൻ ആക്ച്വലി വൈറലാവുന്നത്. അന്ന് ഹനാൻ ഷാന്റെ ഉമ്മ വരെ ആ പരിപാടി ഉണ്ട്. അന്ന് എനിക്ക് ആരോ എന്ന് പറഞ്ഞത് ചക്കക്കുരു ഷെയ്ക്കിന്റെ. ലോക്ക്ഡൌണിൽ എല്ലാരും റെസിപ്പി വീഡിയോസ് ആക്കി തുടങ്ങി. ലൈക്ക് വേറെ ഒന്നുമില്ല, പുറത്തു പോകാനല്ല, എല്ലാവർക്കും തന്നെ പരിപാടി. എനിക്ക് ലോക്ക്ഡൌണിൽ പുറത്തിറങ്ങാൻ വേണ്ടിട്ട് നമ്മളെ ഗസാനി ഉണ്ടല്ലോ, അൽബേക്ക്, അത് ആക്ച്വലി എന്റെ റിലേറ്റീവ്സിന്റെ ആണ്. ഞാൻ എന്താക്കി അവിടുത്തെ ഔക്കർക്കാണ്ട് എന്റെ വൺ ഓഫ് ദ ഫൗണ്ടർ. അപ്പൊ മൂപ്പരെ വിളിച്ചു ചോദിച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒരു പണി അവിടെ തരുമോ, എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. വീട്ടിലിപ്പോഴും മറ്റേ സാധനം ഉണ്ട്. അത് ഏകദേശം മെല്ലെ മെല്ലെ കുറഞ്ഞിക്കണ്. കുഴപ്പമില്ല. അതൊരു കേക്കൊക്കെ വന്നു തുടങ്ങിയപ്പോഴേ ഒരു കേക്ക് ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ ഹോം ബേക്കേഴ്സ് അയക്കുമല്ലോ, ഫ്രീ ആയിട്ട് ഒരു സാധനം വന്നൊക്കെ കുറച്ച് കുറഞ്ഞായിരുന്നു. ബട്ട് സ്റ്റിൽ 80% അല്ലാതെ വെറുതെ ഒരാളൊരു കേക്ക് കൊണ്ടു തരില്ലല്ലോ. അങ്ങനെ ഈ സ്റ്റോറിയൊക്കെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പൗക്കർക്കാരെ വിളിച്ചു ചോദിച്ചാൽ എന്തെങ്കിലും ഒരു പണിയുണ്ടോ, എനിക്ക് പുരയിലിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഓരെന്താക്കി ഇന്ന അവിടുത്തെ ഡെലിവറി ബോയ് ആയിട്ട് എടുത്ത്. ഡെലിവറി ബോയ് എങ്കിൽ ഡെലിവറി ബോയ് എങ്ങനെയെങ്കിലും പുരയിൽ നിന്ന് ഇറങ്ങാലോ എന്നുള്ളതിൽ. കാരണം പോലീസുകാർ സമ്മതിക്കൂല. ഒക്കെ മാറി കുറച്ചൊക്കെ വ്ളോഗിംഗ് ഒക്കെ ആയി ഷോപ്പിൽ നിന്ന് ഇപ്പൊ ഡെലിവറി ബോയ് ആണ്. ഷോപ്പിംഗ് വന്ന് അതിന്റെ ശേഷമാണ്, ഡെലിവറി കഴിഞ്ഞ ശേഷമാണ്. ഇത് കൊറോണന് ശേഷമാണല്ലോ ഷോപ്പൊക്കെ. അതെ അതെ കറക്റ്റ്. അല്ല കൊറോണയുടെ സമയത്തും ഉണ്ട്. എനിക്ക് അത് മിക്സപ്പ് ആവുന്നു. ലൈക്ക് കുഴപ്പമില്ല, കാലഘട്ടത്താണ്. അതെ. അങ്ങനെ ഡെലിവറി ബോയ് ആയിരുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, ഡെലിവറി ബോയ് ആണ്. ഒരു അത്യാവശ്യം വേണ്ട സാധനമാണ് ഡെലിവറി ബോയ്. അത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല പോലീസുകാർക്ക് കുഴപ്പമില്ല, സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്താൽ നമുക്ക് പുറത്തിറങ്ങാം. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അങ്ങനെ ഡെലിവറി പോയിട്ട് അവിടെ വർക്ക് ചെയ്ത സമയത്ത് നല്ല രസമാണ്. റോഡിലാകെ നമ്മളും കുറച്ച് പോലീസുകാരുണ്ടാവും, കുറച്ച് ഡെലിവറി ബോയ്സ്, കുറച്ച് പോലീസുകാര്. നോ ട്രാഫിക്. സ്പ്ലെൻഡർ ഒക്കെ ആയിട്ട് 80 പോയി നിന്ന്. കാരണം ഇപ്പോഴത്തെ സമയത്ത് സ്പ്ലെൻഡർ ആയിട്ട് 80 പിടിക്കണമെന്നുണ്ട്, ഒരു 2 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് പിടിച്ചു വെക്കണം. സ്പ്ലെൻഡർ തരുമ്പോ എനിക്ക് പെട്ടെന്ന് കുഞ്ചാക്കോപ്പൻ ഓർമ്മ. അതിനകത്ത് ഭയങ്കര CBZ അല്ലേ സ്പ്ലെൻഡർ? അത് നിറം അനിയത്തി പ്രാവ് ഒക്കെ ഈ ജനിക്കുന്നതിന്റെ മുമ്പ്. സ്പ്ലെൻഡറിൽ ഒരു 80 സ്പീഡൊക്കെ എത്തുന്നുണ്ടെങ്കിൽ ഒരു 1.5 മിനിറ്റെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇത് പിടിച്ചു വെക്കണം. ആക്സിലേറ്റർ വിടരുത്. അപ്പൊ അങ്ങനത്തെ റോഡ് കിട്ടണം. ബേബിന്റെ മുന്നുള്ള ഹമ്പൊക്കെ ഉണ്ടല്ലോ, അതങ്ങനെ പറന്ന ടൈം പോലെ അതാ പെട്ടിയുള്ള വണ്ടിയൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ കുറെ നടന്ന് അങ്ങനെ ലൈക്ക് ഇത് തുടങ്ങി. വ്ളോഗ് ഇങ്ങനെ ഇതായി ഒരുങ്ങി ഷെരീഫ്ക്കെ വിളിച്ച് അങ്ങനെ അതിൻ്റെത് നമ്മൾ ഫസ്റ്റ് ഒരു ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ലൈക്ക് കുറച്ചുകൂടി വലുതായപ്പോൾ ഇൻവിറ്റേഷൻ ചക്കക്കുരു ഷേക്ക് ഇട്ട് വൈറലായി. അതിന്റെ ശേഷമാണ് ഈ ഷെരീഫ് ചക്കക്കുരു എന്ന് വിളിക്കലുണ്ട് എന്നെ കുറെ ആൾക്കാര്. എന്നെ കാണുമ്പോ ഹനാൻ ഷാന്റെ വീട്ടിൽ പോയി എന്റെ അടുക്ക്. ഹനാൻ ഷാന്റെ വീട്ടിൽ അല്ലല്ല വെറുതെ ഹനാൻ ഷാൻ അന്ന് ഹനാൻ ഷാക്ക് ഇത്ര 11K ഫോളോവേഴ്സ് ഉണ്ടോളൂ. ഹനാൻ ഷാന്റെ വീട്ടിൽ പോയി വെറുതെ ഞാൻ യൂട്യൂബ് വ്ളോഗ് ഒക്കെ എടുക്കാന്നുള്ള രീതിയിൽ എന്റെ പുതിയ ബുള്ളറ്റ് ഒക്കെ എടുത്ത സമയം ഹനാൻ ഷാന്റെ വീട്ടിൽ പോയപ്പോ ഹനാൻ ഷാന്റെ പോയി ഇത് ചക്കക്കുരു അല്ലേ നമ്മളെ. അത്ര വരെ അത് ഇതായി. കാരണം ചക്കക്കുരു ഷെയ്ക്ക് അടിക്കാൻ ആരും ചിന്തിക്കുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ കുറെ ആൾക്കാർ ട്രൈ അടിച്ചോയ്ക്കോ. കാരണം ഈ 2000 ഫോളോവേഴ്സ് ഉള്ള സമയത്ത് 1.5 ലക്ഷം വ്യൂ കിട്ടിയ വീഡിയോ. അതും വീഡിയോന്റെ ക്വാളിറ്റി ഒന്നുമില്ല. സാംസങ്ങിലെ എടുക്കുന്നത്. ഫ്രണ്ട്സ് വീട്ടിലുണ്ടാവില്ലല്ലോ, ഫോണിൽ കണ്ടന്റ് റെലവന്റ് ആയതുകൊണ്ടാണ്. അതെ അല്ലേ, കണ്ടന്റ് റെലവൻസി ഭയങ്കര സംഭവമാണ്. അപ്പൊ അങ്ങനെ അന്ന് അതാണ് ടോപ്പ് ക്വാളിറ്റി. അങ്ങനെ നിൽക്കുമ്പോ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു iPhone 6s ഒരു 6000 രൂപയ്ക്ക് ഒരു iPhone 6s ഞാൻ സെക്കൻഡ് ഹാൻഡ് വാങ്ങി. അവിടെ മുതൽ കുറച്ചുകൂടി ഈസി ആയി.
ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ 11 6 സ്റ്റിൽ പ്രശ്നമാണെങ്കിൽ കൂടിയിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയി, 1 സ്റ്റെപ്പ് ഹെഡ് ആയി. അപ്പൊ 6 എയർ ഡ്രോപ്പ് കിട്ടും. എയർ ഡ്രോപ്പ് ഓപ്ഷൻ ഉണ്ടാവും. ഈ ഷോർട്സ് എന്നാലും ഭയങ്കര വിഷയമായിരുന്നു. ഈ എടുത്ത റോ ഷോർട്സ് ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത്, ട്രാൻസ്ഫർ ചെയ്യാറുന്നത്. അങ്ങനെ അപ്പൊ സ്റ്റിൽ ചങ്ങായിമാരെ ഫോൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യാൻ തന്നെ. അങ്ങനെ പെരിന്തൽമണ്ണുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ലൈക്ക് ഫ്രണ്ട് ആയതാണ് നമ്മള്, നല്ല വയസ്സുണ്ട്, അനക്സി എന്നറിയും. മൂപ്പരെ എന്റെ ഒരു കഷ്ടപ്പാടൊക്കെ കണ്ടിട്ട് മൂപ്പരെന്താക്കി, മൂപ്പരെ ഡിസ്പ്ലേ പോയ ഒരു ഐഫോൺ എക്സ് എനിക്ക് തന്ന്, പകരം ഈ ഫോൺ കൊടുത്താൽ മതി മൂപ്പരെ ഭാര്യക്ക് കൊടുക്കാൻ, എന്തിനോന്ന് ഈ 6 കൊടുത്താൽ മതി, ഡിസ്പ്ലേ പോയ ഫോണാണ്, ഇനി എടുത്ത് നന്നായിക്കോ പറഞ്ഞ ഒരു എക്സ് തന്നു, iPhone 10 ലിറ്ററലി. അപ്പൊ കുറച്ചുകൂടി എന്തായി, കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയി, കുറച്ചുകൂടി. എന്നാലും ഷൂട്ടിംഗ് ഇപ്പോഴും മറ്റേ തന്നെ, കാരണം എക്സിന്റെ ക്യാമറ ഫോട്ടോ എടുക്കാൻ മാത്രമേ നല്ലുള്ളൂ, വീഡിയോ എടുക്കാൻ സ്റ്റിൽ. അതിലും ഞാൻ ഫ്രണ്ട്സ് ഇല്ലാത്ത സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കുന്ന അതിലെടുക്കാം. അങ്ങനെ സ്റ്റിൽ കുറച്ചുകൂടെ സിമ്പിളായി. ഏത് ഈ ട്രാൻസ്ഫറിങ് കാര്യങ്ങളൊക്കെ, എയർ ഡ്രോപ്പ് കുറച്ചുകൂടി എഫിഷ്യന്റ് ആയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അതിന്റെ ഇടയ്ക്ക് പറയാൻ പറ്റാത്ത കുറെ കഥ ഉണ്ട്, അത് പറയണ്ട, പറ്റാത്ത അധ്യായമാണ്. അപ്പം ഈ ഐഫോൺ ഉണ്ടല്ലോ, അങ്ങനെ ഞാൻ എന്താക്കി, കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു iPhone 13 ഇറങ്ങിയപ്പം 13 ഞാൻ സെക്കൻഡ് ഹാൻഡ് വിലക്ക് ഫോറിൻ ബസാറിൽ നിന്ന് അശ്വിൻ എന്ന് പറഞ്ഞ ഫ്രണ്ടിന്റെ ഷോപ്പിൽ നിന്ന് 13 വാങ്ങി. വൈഡ് ക്യാമറ വന്നു, കുറച്ചുകൂടെ അൽഹംദുലില്ലാ സമാധാനായി. ഷൂട്ട് ചെയ്യാൻ എനിക്ക് എന്റെ ഫോൺ മതി, ട്രാൻസ്ഫർ ചെയ്യണ്ട, ഷൂട്ട് ചെയ്യാൻ എന്റെ ഫോൺ മതി. അങ്ങനെ ഫോൺ വാങ്ങി. ഇനി ഈ ഫോൺ വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള വ്ളോഗ് കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങി. അന്ന് പേയ്മെന്റ് ഒക്കെ വരുന്നുള്ളൂ, ലൈക്ക് അന്ന് പേയ്മെന്റ് ഒന്നും വാങ്ങി തുടങ്ങിയിട്ടില്ലല്ലോ വ്ളോഗേഴ്സ് ആരും. ഫുഡ് ആൻഡ് സാബുക്കാണ് അന്ന് എനിക്ക് ഓർമ്മ ഉണ്ട്, എന്നെ വിളിച്ച് പറഞ്ഞു തോന്നുന്നു പേയ്മെന്റ് വാങ്ങണം, ഇങ്ങനൊക്കെ ഉണ്ട്. ഫുഡ് ആൻഡ് സാബു ആണ് അന്ന് കുറച്ച് വ്ളോഗേഴ്സിൽ ഏറ്റവും നല്ല ഫോളോവേഴ്സും എല്ലാരെയും ഗൈഡ് ചെയ്യലൊക്കെ ചെയ്യലും മൂപ്പരായിരുന്നു. ചിലപ്പോ അങ്ങനെ ഒരു കാലം മൂപ്പരിക്ക് തന്നെ ഓർമ്മ ഉണ്ടാവും, നിങ്ങൾക്ക് അറിയില്ല, എനിക്ക് ഓർമ്മ ഉണ്ട്. പേയ്മെന്റ് വാങ്ങണം, ഇങ്ങനൊക്കെ പരിപാടി ഉണ്ട്, കാര്യങ്ങൾ വെറുതെ പണിയെടുക്കണ്ട, അത് ഉണ്ടാക്കുക എഡിറ്റ് ചെയ്ത് ഇതാക്കാന്ന് പറഞ്ഞാല് ചില്ലറ പണിയല്ല. അങ്ങനാണ്. അതിന്റെ ശേഷമാണ് ഈ ലോക്ക്ഡൌൺ വന്ന് കുറെ വ്ളോഗേഴ്സ് വന്ന്, കാരണം വീട്ടിലിരിക്കാണ്ട് ഇരുന്ന് തുടങ്ങിയപ്പോ എല്ലാവർക്കും ഓരോ പൊട്ടൻഷ്യൽ മനസ്സിലായി. സമയം, കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ റിയലൈസ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാല് നമ്മളെ ഫ്രീ ടൈംസാ. വെറുതെ ഇരിക്കുന്ന സമയത്താണ് നമ്മള് ശരിക്കും വെറുതെ ഇരിപ്പ് എന്ന് പറഞ്ഞാല് ഭയങ്കര നല്ലൊരു കാര്യമാണ്. ഒറ്റക്ക് വെറുതെ ഇരിക്കാന്ന് പറയുന്നതിലും നല്ലൊരു കാര്യം ഈ ലോകത്ത് വേറെ ഇല്ല. നമ്മളെ തോട്ട് പ്രോസസ്സ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ടൈമാണ് ഒറ്റക്ക് വെറുതെ ഇരിക്കുക, ഒറ്റക്ക് ഡ്രൈവ് ചെയ്യുക, അല്ലെങ്കിൽ ഒറ്റക്ക് എവിടേക്കെങ്കിലും പോവുക, ഒറ്റക്ക് മല കയറുക, ഒറ്റക്ക് റണ്ണിങ്ങിന് പോവുക, ഒറ്റക്ക് ജിമ്മിൽ പോവുക. അങ്ങനെ ഒറ്റക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കുറെ ആൾക്കാർക്ക് പേടിയാ. എപ്പോഴും ഒരാൾ കൂടെ വേണം, കമ്പനിക്ക് ഒരാൾ വേണം. എവിടെ പോവാണേലും കുറെ ആൾക്കാർക്ക് അങ്ങനെ കമ്പനിക്ക് ഒരാൾ വേണം. ലൈക്ക് എനിക്ക് ആ സാധനേ ഇല്ല. ഞാൻ എവിടെ പോവാണേലും ആദ്യം നോക്കാം ഇത് എനിക്ക് ഇങ്ങനെ ഒറ്റക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കാനാ നോക്കുക. അപ്പൊ ഒറ്റക്ക് ചെയ്യുമ്പോഴാണ് എന്ത് നമ്മൾ കൂടുതൽ സ്ട്രോങ് ആവുക. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഒരാളെ നോക്കേണ്ട ആവശ്യമില്ല. ഒരാളെ എപ്പോഴും കിട്ടിക്കോണമെന്നില്ല, പക്ഷെ നമുക്ക് നമ്മൾ തന്നെ എപ്പോഴും ഉണ്ടാവും. സോ നമുക്ക് ഒരാളില്ലാണ്ട് നമുക്ക് ചെയ്യാൻ കഴിയൂല ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടക്കൂല. ഇപ്പൊ ഒറ്റയ്ക്ക് ചെയ്താൽ നമുക്ക് ഒരാൾ ഉണ്ടെങ്കിലും ചെയ്യാം, ഒറ്റക്കും ചെയ്യാം. ഒരാള് പക്ഷെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് കൂടുതൽ കംഫർട്ട് ഉണ്ടാവാം. ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾക്കാർ കണ്ടന്റ് ചെയ്യുമ്പോൾ ബാക്കി ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഓരെന്താക്കി കണ്ടന്റ് കണ്ട്. അങ്ങനാണ് കുറെ വ്ളോഗേഴ്സ് ഇറങ്ങി. അങ്ങനെ വ്ളോഗർമാർ ഇഷ്ടം പോലെ കോമ്പറ്റീഷനായി. അപ്പം രസമായി, ഹരായി, എല്ലാവർക്കും ഹരായി, ചെയ്യുന്നവർക്കും ഹരായി, കാണുന്നവർക്കും ഹരായി. പുതിയ പുതിയ സാധനങ്ങൾ ഓരോരുത്തർ, കാരണം കഴിവുള്ള ആൾക്കാർ വരെ, ലൈക്ക് ഓരോ അറിയാത്ത ആൾക്കാർ വരെ ഇങ്ങനെ വന്ന് പുതിയ സാധനങ്ങൾ, പുതിയ എഡിറ്റിംഗ് സ്കിൽസ് ഒക്കെ വന്നു തുടങ്ങി. അതിലിപ്പോഴും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അന്ന് വന്നു പോയവരുണ്ട്, വന്ന് ഇപ്പോഴും നിൽക്കുന്ന ആൾക്കാരുണ്ട്, അതിൽ തന്നെ ജീവിതമാർഗം കണ്ടെത്തിയ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയാണ് ആക്ച്വലി ഈ വ്ളോഗിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റേജിലേക്ക്. അല്ല, അത് അങ്ങനെ തന്നെയാണ്. എന്ത് സാധനം ചെയ്ത് കഴിഞ്ഞാലും ആരാണോ എൻഡ് വരെ നിക്കണത് ദേ വിൽ വിൻ. എൻഡ് വരെ നിൽക്കുന്നില്ല, അപ്പുറം ഞാൻ പറയും എന്ത്, ആരാണോ ഷോയിങ് അപ്പ് എവറി ഡേ. എൻഡ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. ലൈക്ക് എന്തിനാണേലും ഇപ്പൊ ജിമ്മിൽ പോവാണേലും ഒരു എൻഡ് ഇല്ല. ഒരു ലൈഫ് സ്റ്റൈൽ ആയിട്ട് കാണുക ജിമ്മില്. ഞാനൊക്കെ അങ്ങനെ ജിമ്മിനെ കാണുള്ളൂ, ഹാബിറ്റ് ആക്കി മാറ്റുക. അപ്പൊ ഡയറ്റ് എടുക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഡയറ്റ് എടുക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ചിലപ്പോ ഒരു ഡേ ഓഫ് ഒക്കെ എടുത്തിട്ട് ഒരു ഫുൾ ഡേ ഒക്കെ ചിലപ്പോൾ ഞാൻ
ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ചെയ്യും, ബാലൻസ് ചെയ്യും. ഇപ്പോൾ കുറെ ആൾക്കാർ എന്നോട് ചോദിക്കുന്ന കാര്യമാണ് എങ്ങനെ തടി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാൻ നല്ല തടി ഉണ്ടായിരുന്നു, 90 kg ഉണ്ടായിരുന്നു ഫുഡ് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ കുറഞ്ഞതാണ്. പിന്നെ ഞാൻ ജിമ്മിലൊക്കെ പോകുന്ന എനിക്ക് തോന്നുന്നു ഒരു 6 കൊല്ലമൊക്കെ ആയി. ഇതുവരെ എന്റെ ഗോള് 6 പാക്ക് ആണെന്നൊന്നുമില്ല, ലൈക്ക് 6 പാക്ക് അത് ഇതൊന്നുമില്ല. പിന്നെ ഈ അടുത്താണ് ഞാൻ കുറച്ച് പഠിക്കാൻ തുടങ്ങി ഫുഡിനെ കുറിച്ച്. കാരണം ജിമ്മിന്റെ ഒരു 80% എന്ന് പറഞ്ഞാൽ ഫുഡാണ്. അതെ, ഫുഡാണ്. ബാക്കി 20% ജിമ്മ് പോകുന്നേ ഉള്ളൂ. ഫുഡിനെ കുറിച്ച് ഞാൻ പഠിച്ച് ഡോക്ടർ ദുൽഫി എന്ന് പറഞ്ഞൊരു ന്യൂട്രീഷനിസ്റ്റിനെ ഒരു മാസത്തേക്ക് അപ്പോയിന്റ് ചെയ്യുന്നതായിരുന്നു എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ആളെ അപ്പോയിന്റ് ചെയ്ത് ഞാൻ എന്താക്കി, ആ പ്രോട്ടീൻ എന്താണ്, ഫുഡിൽ എന്തൊക്കെയാ ഉള്ളത്, ഒരു ഫുഡ് കാർബൺ എന്താണ്, ഫാറ്റ് എന്താണ്, ഫൈബർ എന്താണ്, ലൈക്ക് ഒരു ഫുഡ് നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ ബോഡിക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടുന്നതെന്ന് പഠിച്ച്. അതിന്റെ ശേഷം എന്റെ കോച്ച് ഉണ്ട് ഹനീനായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാലറി ട്രാക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് പഠിച്ച്. അങ്ങനെ നോളജ് വന്നപ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആയി. ജിമ്മാണേലും ഫുഡാണേലും ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയി. ഇപ്പോൾ ഒരാഴ്ചയൊക്കെ ജിമ്മില്ലാതെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഞാൻ എന്താക്കും, ആ സമയത്ത് ഞാൻ കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിരിക്കും. ഫുഡാണേലും ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യും. ഇപ്പോൾ ഒരു ദിവസമൊക്കെ ഫുള്ള് മധുരം അത് കടിച്ചു നടന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഞാൻ എന്താക്കും, ചിലപ്പോൾ വെള്ളം മാത്രമേ കുടിക്കും. പക്ഷെ കഴിക്കാനെല്ലാം കഴിക്കും. ഡയറ്റിലാണോ ചോദിച്ചാൽ അല്ല. പക്ഷെ അതൊരു ഡയറ്റ് അല്ലാന്ന് ഞാൻ പറയുള്ളൂ. ലൈക്ക് അതൊരു നമ്മള് ഡയറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് പേടിയാ. ഭക്ഷണം കഴിക്കാതിരിക്കലാണ് ഡയറ്റ് എന്ന്. ഡയറ്റ് എന്ന് പറയുമ്പോൾ നല്ല ഫുഡ് കഴിക്കാം, അതാണ്. ഓക്കെ, അപ്പൊ പിന്നെ നമ്മളെ തിരിച്ച് സാബുവിലേക്ക് സാബു പറഞ്ഞ പൈസ വാങ്ങിക്കണം. അങ്ങനെയാണ് ആക്ച്വലി പേയ്മെന്റ് എന്ന് പറയുന്ന സംഭവം തന്നെ വരുന്നത്. അതുവരെ എനിക്കൊക്കെ കേട്ടോ, അതുവരെ നമ്മൾ 5-ന്റെ പൈസ വാങ്ങാതാണ് ഫ്രീ ഫുഡ്, അതായത് നിങ്ങളുടെ ഉദ്ദേശം. എന്നാ തന്നെ വലിയ കാര്യമായിരുന്നു. കാരണം ഫ്രീ ഫുഡിന് തന്നെ നമ്മളുടെ അടുത്ത് പൈസ ഉണ്ടാവില്ല. അതെ, അത് കിട്ടാറ് തന്നെ വില. അങ്ങനെയാണ് ഇപ്പം. എന്നിട്ട് ഫസ്റ്റ് പെയ്ഡ് ഇത് എപ്പോഴാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ അത് എനിക്ക് ഓർമ്മയില്ല. അത് ഞാൻ എപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണത്. ഫസ്റ്റ് പെയ്ഡ് എന്തായാലും 1000 രൂപയൊക്കെ ആയിരിക്കും ഞാൻ വാങ്ങിട്ടുണ്ടാവാ ഫസ്റ്റത്തെ പേയ്മെന്റ് അല്ലേ. യാതൊരു പിടുത്തമില്ല. ഓക്കെ, അപ്പൊ ഏത് ഇയർ തൊട്ടിരിക്കും പേയ്മെന്റ് വാങ്ങിച്ചു തുടങ്ങി? അതും അറിയില്ല. ഫോളോവേഴ്സ് എത്ര ഉണ്ടായത്? 10K ഒക്കെ കഴിഞ്ഞാലാണ് എന്തായാലും പേയ്മെന്റ് വാങ്ങിച്ചു. പേയ്മെന്റ് വന്നു തുടങ്ങി. 10K 20K ആയിരിക്കും, ആ ഒരു സ്റ്റേജിലാണ്. ഓക്കെ, അപ്പൊ ഇനി കമ്മിങ് ബാക്ക് ടു നമ്മളെ മേജർ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കഫേസ്, റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ് ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരെ സോഷ്യൽ മീഡിയ അവർ മാനേജ് ചെയ്യേണ്ടത്? ലൈക്ക് ഇപ്പം 2 ടൈപ്പ്, ഇപ്പം 2 കാറ്റഗറി തന്നെ 3-4 കാറ്റഗറീസ് ഉണ്ട്. അതിൽ 2 കാറ്റഗറി പറയുകയാണെങ്കിൽ, ഒന്ന് വ്ളോഗേഴ്സിനെ വെച്ച് മാത്രം കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വ്ളോഗ്, പെയ്ഡ് വ്ളോഗ് പോലും ചെയ്യാതെ ആ പൈസയും കൂടി ഇവരെ സ്റ്റാഫിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഇവര് സിസ്റ്റം ബിൽഡ് ചെയ്യാൻ ചെയ്തിട്ട് ചെയ്യുന്ന ടീംസ് ഉണ്ട്. ലൈക്ക് എനിക്ക് കുറച്ചുകൂടെ ഇത് എന്റെ പണി പോകുന്ന കേസാണെങ്കിൽ കൂടിയിട്ട് ഞാൻ പറയാ, ഏറ്റവും ബെസ്റ്റ് നിങ്ങളൊരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് വ്ളോഗേഴ്സിനെ കൊണ്ടുവന്നോ. പൊട്ടൂല. കാരണം സിസ്റ്റം ബിൽഡ് ചെയ്തിപ്പോ കോഴിക്കോട് പല ബ്രാൻഡ്സ് ഉണ്ട്. ലൈക്ക് ബിയോണ്ട് ബർഗ്, ജസ്റ്റ് ലോഫ്, അതുപോലെ ഇപ്പൊ തിയാര, അതുപോലെ സിസ്റ്റമാണ് ഇവർ ബിൽഡ് ചെയ്യുന്നത്. ഇപ്പൊ കുറെ ബ്രാൻഡ്സ് ഉണ്ട്. ഇപ്പൊ എല്ലാരെയും പേരും എടുത്ത് പറയാൻ അറിയില്ല, കുറെ ബ്രാൻഡ്സ് ഉണ്ട്. വ്ളോഗേഴ്സിനെ കൊണ്ടുവന്ന മോശമെന്നല്ല കേട്ടോ, വ്ളോഗേഴ്സിനെ കൊണ്ടുവന്ന എല്ലാവർക്കും മോശമെന്നല്ല. പക്ഷെ ഇവരൊക്കെ ചെയ്യുന്ന വെച്ചാല് സിസ്റ്റം ബിൽഡ് ചെയ്യും. SOP ചെയ്ത് കഴിഞ്ഞാല് മുതലാളി അവിടെ ഇല്ലെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ വെടിപ്പായിട്ട് നടക്കണം. ഇപ്പൊ ഞമ്മക്കൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല്, നമുക്ക് പോകുമ്പോൾ നല്ല കിട്ടിയിലും ഫുഡ് കിട്ടും. ഈ നല്ല ഫുഡ് കിട്ടുന്നതിന്റെ മെയിൻ ഒരു പോയിന്റ് എന്താ വെച്ചാല്, അന്ന് മുതലാളിക്ക് അറിയാം മിന്ന് വരുന്നുണ്ട്, മിന്ന് ഞാൻ ഇന്ന് വിളിച്ചിട്ടുണ്ട്, ഇത്ര പേയ്മെന്റ് മിന്നിന് പറഞ്ഞിട്ട്. ഇപ്പോഴും പലർക്കും അറിയില്ല ഫുഡ് ബ്ലോഗിങ് പെയ്ഡ് ആണ് ഉള്ള കാര്യം പറഞ്ഞാൽ ഫുഡ് ബ്ലോഗിങ് പെയ്ഡ് ആണ്. അതല്ല തട്ടുകട പോലത്തെ ആണെങ്കിൽ യു ക്യാൻ അസ്യൂം ഇറ്റ് ആസ് ലൈക്ക് ഞാനൊരു നോർമൽ വ്ളോഗ്. അല്ലെ പിന്നെ കുടുംബക്കാർക്കും സത്യം പറഞ്ഞാൽ പെയ്ഡ് ചെയ്യില്ല, അല്ല പെയ്ഡേ ചെയ്യലുള്ളൂ. അപ്പം വ്ളോഗ് പെയ്ഡ് ആയിരിക്കും, ബട്ട് ഡിസോണസ്റ്റ് ആവല്ല, ഹോണസ്റ്റ് റിവ്യൂസ്. ഈ ഹോണസ്റ്റി ഇല്ലാന്ന് ആൾക്കാർക്ക് തോന്നുന്നത് അറിയോ, നമ്മൾ ചെയ്തൊരു സാധനം ആൾക്കാർ പോയി കഴിക്കുമ്പോൾ അവർക്ക് ആ ക്വാളിറ്റി കിട്ടൂല, വീഡിയോയിൽ കണ്ട പോലത്തെ സാധനം പോലും കിട്ടൂല. അതിൻ്റെ ഒരു പ്രശ്നം വെച്ചാല്, നമ്മൾ വരുന്ന അന്ന് മുതലാളിക്ക് അറിയാം, വരുന്ന കഫേയിലെ ആൾക്കാരെ അറിയാം മിന്നിനെ അന്ന് വിളിച്ചിട്ടുണ്ട്, വ്ളോഗ് ചെയ്യാൻ വരികയാണ്, ഫുഡ് നല്ല അല്ലെങ്കിൽ മോശമാണ്. ജസ്റ്റ് ഒരു 1% അറ്റൻഷൻ കിച്ചണിൽ കൊടുക്കും, സ്റ്റാഫുകാരെടുത്ത് കൊടുക്കും. ജസ്റ്റ് ഒരു 1% അറ്റൻഷൻ, വേറെ ഒന്നും മുതലാളിമാർ ഇതിൽ കൂടുതൽ ചെയ്യുന്നില്ല, കൊടുക്കും. അന്ന് കിഡിലും ഫുഡ് കഴിക്കും കിട്ടുക. എല്ലാരും അല്ല, ചിലര്. അന്ന് കിഡിലും ഫുഡ് കഴിച്ചാൽ അന്ന് ചില ഫുഡ് കഴിച്ചാൽ എനിക്ക് തോന്നല്, പഠിച്ചോനെ എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന, അത്രയും ടേസ്റ്റ് ആയിരിക്കും.
നമുക്ക് തന്നെ ബിലീവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ 1% ഡെയിലി കിച്ചണിലോ അല്ലെങ്കിൽ കൊടുത്ത് ആ ഒരു അറ്റൻഷൻ കൊടുത്താൽ മതി, ബാക്കി എല്ലാവർക്കും നല്ല ഫുഡ് കിട്ടും. പലരും നമ്മളാണ് വന്നിട്ട് ആദ്യം തെറി വിളിക്കാം, നിങ്ങൾ ഹോണസ്റ്റ് റിവ്യൂ അല്ല, നിങ്ങൾ അങ്ങനെയല്ല. കാരണം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കാരണം നമുക്കിപ്പോ എന്തെങ്കിലും ബാഡ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അതൊരു വീഡിയോയിൽ പറയില്ല. അപ്പൊ എന്താണ് ഇപ്പൊ ഒരാള് വിളിച്ചിട്ട് എപ്പോഴെങ്കിലും ബാഡ് ഫുഡ് കിട്ടിയിട്ട് ആ പൈസ തിരിച്ചു കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ഒരു വട്ടം ഇറങ്ങി പോന്നിട്ടുണ്ട്. ലൈക്ക് പിന്നെ ചെയ്യാം, എനിക്ക് എന്റെ പേയ്മെന്റിൽ ഒരു 5,000 എനിക്ക് എക്സ്ട്രാ തരണം. ലൈക്ക് ട്രാവലിംഗിന്റെ ടൈം ഇത്രയും പോയതാണ്, നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഒന്നുകൂടി വരും, ഇത് ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. ലൈക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വേറെ എവിടെ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. ലൈക്ക് അന്ന് അവിടെ സർവ് ചെയ്ത എല്ലാ ഫുഡും മോശം. അപ്പൊ ഒരു റീവർക്ക് ചെയ്തിന്നെ വിളിച്ച് ഞാൻ പോയപ്പം അന്നത്തെ ആ മറ്റേ സീന് കിഡിലം ഫുഡ്. അന്ന് ഞാൻ നോക്കിയ മുതലാളി ഉണ്ടാക്കിയത് മുതലാളി ഉണ്ടാക്കി. അന്ന് എനിക്ക് ഉറപ്പായിട്ടു ഇത് ചെയ്യാൻ പറ്റില്ല. അന്ന് ആ വീഡിയോന് 5 മില്യൺ വ്യൂസ് ഉണ്ടാക്കി നെഗറ്റീവ് കമന്റ് ഉണ്ട്. കാരണം ഇവർ ഈ ഒരു അറ്റൻഷൻ ഡെയിലി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇവർക്ക് വരുന്ന കസ്റ്റമേഴ്സിന് കൊടുത്തിട്ട് ഇവർക്ക് ആ കസ്റ്റമേഴ്സിനെ നിലനിർത്താൻ പറ്റും. വെറുതെ ഒരു ബ്ലോഗറെ വിളിച്ച് അല്ലെങ്കിൽ വ്ളോഗറെ വിളിച്ചിട്ട് ചെയ്യിപ്പിക്കുന്ന അർത്ഥമല്ല. സത്യം, നിങ്ങൾ സിസ്റ്റം ബിൽഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ വ്ളോഗറെ വിളിച്ച് അറിയിപ്പിച്ചോ, നിങ്ങൾ എത്ര ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അത്ര ആളെ കൊണ്ടുവരാൻ പറ്റുന്ന വ്ളോഗറെ വിളിച്ച് നിങ്ങൾ വ്ളോഗ് ചെയ്യിപ്പിക്കും, ഫുള്ളാക്കി തരും. ലൈക്ക് ഇപ്പൊ ഞാൻ എന്റെ വീഡിയോ 1 മില്യൺ ഒക്കെ അടിക്കാം, അതിന്റെ കൈകൊണ്ടൊന്നല്ല, എന്റെ കൈകൊണ്ടാണെങ്കിൽ എന്റെ എല്ലാ വീഡിയോസും 1 മില്യൺ അടിക്കണം. ഒന്നെങ്കിൽ കമന്റ് ബോക്സ് ഫുള്ള് തെറിയായിരിക്കും, അല്ലെങ്കിൽ അത്രയും നല്ല ഫുഡ് ആയിരിക്കും. വീഡിയോ നോക്കിയാൽ മതി, 5 മില്യൺ 10 മില്യൺ ഒക്കെ അടിക്കുന്ന വീഡിയോന്റെ അടിയിൽ ഫുൾ നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് ഏറും കളിക്കും. പിന്നെ വ്ളോഗേഴ്സിന്റെ എന്താ പറയാ വീഡിയോ കണ്ടിട്ട് പോകുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഓവർ എക്സ്പെക്ട് ചെയ്ത് പോവാതെ നിൽക്കുക. ഒരു വ്ളോഗർമാരും ഒരിക്കലും വീഡിയോയില് കൊള്ളാം കുഴപ്പമില്ലെങ്കിൽ പോയി കഴിച്ചു നോക്കാൻ നമ്മൾ വീഡിയോയിൽ സുഖം ഉണ്ടാവില്ല. വീഡിയോയിൽ പറയുമ്പോൾ എന്താണ് കുറച്ച് ജെന്യുവൻ ആയിട്ടേ പറയുള്ളൂ, അത് വേറെ കാര്യം. ബട്ട് സ്റ്റിൽ ദർ ആർ ചാൻസസ് ലൈക്ക് ഷെഫിന് അന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം. മനുഷ്യന്മാരാണ് ഇത് ഉണ്ടാക്കുന്നത്, ഒരിക്കലും മെഷീൻസ് അല്ല. അപ്പൊ ഷെഫിന് അന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അന്നത്തെ ഫുഡ് പോക്കാ. അതല്ല അന്നത്തെ സർവീസ് മോശമായി കഴിഞ്ഞാൽ നിങ്ങളെ മൈൻഡ് പോകും, ഫുഡ് പോക്കാ. വ്ളോഗർമാരെ വീഡിയോസ് കണ്ട് പോകുന്ന ആൾക്കാർക്ക് പറയാനുള്ളത്, ഓവർ എക്സ്പെക്ടേഷൻസ് ഒഴിവാക്കുക. ഫുഡിന് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് മാത്രം പോവാ. അപ്പൊ എന്താക്കും, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ആളുകൾക്ക്. ഇപ്പൊ ബാഡ് കുടുങ്ങിയാലും എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ സമയമാണ് പോകുന്നത്, ലൈക്ക് നമ്മളെ പൈസ നമ്മളെ സമയമാണ് പോകുന്നത്. അതിന് നമുക്ക് ഒരാളെ വേണമെങ്കിൽ നമുക്ക് ബ്ലെയിം ചെയ്യാം, വ്ളോഗർ അങ്ങനെ പറഞ്ഞിട്ടാണ്, റെസ്റ്റോറൻറ്റുകാർ ഇങ്ങനെ ആക്കിയിട്ടാണ്. അത്രയും സമയം നമ്മൾ എന്താക്കുകയാണ്, നമ്മളെ തന്നെ എനർജി ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുക. നമുക്കൊരു ബാഡ് കിട്ടിയാലും കുഴപ്പമില്ല, കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ. അത് സംഭവിക്കും, എനിക്ക് കിട്ടാറുണ്ട്, അതുപോലെ എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. സ്ഥിരമായിട്ട് പിന്നെ ഒരു വ്ളോഗറെ വീഡിയോ കണ്ടിട്ട് നമ്മൾ പോയിട്ട് ബാഡ് കൊടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക ആ വ്ളോഗർ ജെന്യുവൻ. അതെ, സ്ഥിരമായിട്ട് കൊടുക്കുകയാണ്. കാരണം എനിക്ക് 2 കമന്റ്സും വരലുണ്ട് ഇങ്ങനത്തെ, ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ്സ് നിന്ന് ബാഡ് കമന്റ്സും മറ്റേടത്ത് നല്ലതും വരലുണ്ട്. കാരണം നല്ലത് പറയാൻ ആൾക്കാർ കുറെ മടിക്കും. എല്ലാവർക്കും അത്ര അവെയർ അല്ല, പക്ഷെ ചീത്തത് പറയാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഈവൻ ദോ മീ, ഞാൻ അടക്കം അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്. കാരണം നെഗറ്റിവിറ്റിക്ക് പ്രത്യേക സ്പ്രെഡിങ് പവർ ഉണ്ട്, പെട്ടെന്ന് അത് സ്പ്രെഡ് ആവും. ഒരു നെഗറ്റീവ് ഹുക്ക് ചെയ്യുന്ന പോലെ. പിന്നെ അങ്ങനത്തെ ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ മിന്നിന്റെ തലയിൽ ഷാൻ ചെയ്തത് കണ്ടോ, കറക്റ്റ്. ഓക്കെ, അപ്പോ പിന്നെ മിന്നിപ്പോ ചെയ്തതില് സ്ഥിരമായിട്ട് പിന്നെ എങ്ങനെയാണ് റെസ്റ്റോറൻറ്റ്സ് ഈ ഒരു ഇൻഫ്ലുവൻസേഴ്സായി ഡീൽ ചെയ്യുന്നത്? അതായത് സ്ഥിരമായിട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക മന്ത്ലി, ക്വാർട്ടേർലി, എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്? അധികം ആൾക്കാരും പുതിയ റെസ്റ്റോറന്റ് തുടങ്ങുമ്പോഴാണ് ഫസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സിനെ വിളിക്കുക. അധികം ആൾക്കാരും കുറെ ആൾക്കാരൊക്കെ ചെയ്യുന്ന 10-25 ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഒരുമിച്ച് വിളിച്ചിട്ട് ഒരുമിച്ച് ഫുഡ് കൊടുത്തിട്ട് ഒറ്റ ദിവസം വീഡിയോ ഇറക്കിയിട്ട് അന്ന് ഇൻസ്റ്റയിൽ ഒരു ഓൾ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. സത്യം പറഞ്ഞാൽ ഇതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. ഞാൻ അങ്ങനത്തെ പരിപാടിക്ക് പോവാറില്ല. അങ്ങനെ ആരും വിളിച്ചാലും ഞാൻ പറയില്ല, ഞാൻ പോവില്ല. ഇവന്റ്സ് അങ്ങനത്തെ കാര്യത്ത്, ഇനോഗ്രേഷൻ അതിനൊന്നും പോവില്ല. പിന്നെ രണ്ടാമത്തെ ടീമുണ്ട്, കുറച്ചൊന്ന് തുടങ്ങി ഒരു വൺ വീക്ക് റൺ ചെയ്ത്. കാരണം എത്ര എക്സ്പീരിയൻസ് ഉള്ള ഷെഫാന്ന് പറഞ്ഞാലും എത്ര എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫാന്ന് പറഞ്ഞാലും പുതിയൊരു സ്ഥലത്തെത്തുമ്പം ആൾക്ക് അതിന്റെ മുക്കും മൂലയൊക്കെ ഒന്ന് എയിം ആവണം. ലൈക്ക് പെട്ടെന്ന് കസ്റ്റമർ ഒരു കാര്യം പറഞ്ഞാൽ ഓടിച്ചെന്നാൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഇവൻക്ക് ആദ്യം ഇതിൻ്റെ അകത്തൊരു ഐഡിയ കിട്ടണം. ഇതെന്താണ് കിച്ചണിൽ, എവിടാണ്, എന്താണുള്ളത്. ഷെഫിനാണേലും
അപ്പോൾ ആ ടൈം സ്റ്റാഫിനെ കൊടുത്തതിന് ശേഷം മാത്രമേ ഒരു വ്ളോഗറെ വിളിച്ച് വ്ളോഗ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അത് പിന്നെ ഒരാൾ ഇനോഗ്രേഷന് വിളിച്ചാലും ഞാൻ അതാ പറയാ, തുടങ്ങി 2-3 ആഴ്ച കഴിഞ്ഞോട്ടെ എന്നിട്ടേ ഞാൻ ചെയ്യുള്ളൂ. കറക്റ്റ്. അപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് മിന്നിന് ഓക്കെ അടിപൊളി എന്ന് പറയാൻ പറ്റിയ നല്ലോണം സോഷ്യൽ മീഡിയ ചെയ്യുന്ന അല്ലെങ്കിൽ നല്ലോണം നല്ല സിസ്റ്റംസ് സെറ്റ് ചെയ്ത ഒരു കഫേ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ഉണ്ടെങ്കിൽ ഏത് പറയാൻ പറ്റും? അല്ലെങ്കിൽ 3-4 ഉണ്ടോ? കൊറേ ഉണ്ട്. അത് ഞാൻ ഇപ്പൊ പറഞ്ഞ അതിന്റെ എന്റെ പ്രൊഫഷനെ അത് ബാധിക്കും. കാരണം എന്താ അറിയോ, എല്ലാരെയും കൂടി പേരിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പം ഒരാളത് പറഞ്ഞു കഴിഞ്ഞാല് അത് വിട്. ഇപ്പൊ മിന്ന് അല്ലെങ്കിൽ മിന്നിന്റെ ഫ്രണ്ട് ഒരു കഫേ തുടങ്ങുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? വാട്ട് വുഡ് യു സേ ടു ഹിം? അല്ലെങ്കിൽ ഒരു 20s ഒരു നമ്മളൊരു വ്യൂവർ അവനൊരു കഫേ തുടങ്ങണം, എന്തായിരിക്കും മിന്നൻ സജസ്റ്റ് ചെയ്യാൻ? എങ്ങനെ ആയിരിക്കണം അതിന്റെ മാർക്കറ്റിംഗ്? എങ്ങനെ ആയിരിക്കണം മൊത്തത്തിൽ ആ ഒരു ബിസിനസ് പ്രോസസ്? ഐ വുഡ് സേ ലൈക്ക് ആദ്യം തുടങ്ങുക, ഇരുന്നിട്ട് കാല് നീട്ടാന്ന് പറയും. ആദ്യം തുടങ്ങുക, സ്റ്റാഫിനെ സെറ്റ് ചെയ്യുക, ടീം സെറ്റ് ചെയ്യുക. കാരണം ഇവരൊക്കെ എന്താ പറയുക, കയ്യിലുള്ള പൈസ ഡ്രെയിൻ ആയി തുടങ്ങുമ്പോഴാണ് ഇവർ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. കറക്റ്റ്. മാർക്കറ്റിംഗ് റണ്ണിങ്ങിനെ കുറിച്ചിട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു 6 മാസത്തേക്കുള്ള റണ്ണിങ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ കാണാം, മാർക്കറ്റിങ്ങിനുള്ള പൈസ വേറെയും കാണാം. ഇവരെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് റണ്ണിങ് ക്യാപിറ്റലും മാർക്കറ്റിങ്ങിനെ കുറിച്ച് ആലോചിക്കുക തന്നെ ചെയ്യുക. അപ്പൊ എന്നെ വിളിക്കുന്ന ഒരാൾ ആദ്യം പറയാൻ എന്താ അറിയോ, ഞാൻ എന്റെ പേയ്മെന്റ് പറയും. പേയ്മെന്റ് പറയുമ്പോൾ ഒരു പറയും നമ്മൾ ഓൾറെഡി ഇത്ര പൈസയിൽ ഇറക്കി, കുറച്ച് ടൈറ്റ് ആണ്, ബിസിനസ് ഒന്നും ഇല്ല, നിങ്ങളൊന്ന് പെട്ടെന്ന് വന്ന് ചെയ്യണം. ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ എനിക്ക് ചിരി വരും. ലൈക്ക് ആരെയും കുറ്റം പറയല്ല. ലൈക്ക് ഓരോരുത്തരും ഓരോ ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് ഓരോ റെസ്റ്റോറന്റും കഫേയൊക്കെ തുടങ്ങുന്നത്. ലൈക്ക് കോഴിക്കോട് ഒരാൾ തുടങ്ങുന്ന നിൽക്കുന്നില്ല, ഭയങ്കരമായ ബിസിനസ് ഉണ്ട്. അത് ഇപ്പോഴാണ് കുറച്ച് ആൾക്കാർ അങ്ങനെ വന്നത്. കോഴിക്കോട് ഇതുവരെയൊക്കെ ചില എല്ലാവരും ആഗ്രഹപ്പുറത്ത് തുടങ്ങുന്ന. ഇപ്പൊ കൊച്ചിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട് അറിയാതെ. കോഴിക്കോട് അങ്ങനെ അറിയാതെ പോകുന്ന ഒരു സ്ഥലമില്ല. കറക്റ്റ്. കോഴിക്കോട് കാരണം അത്രയും ആഗ്രഹം കൊണ്ട് ഇഷ്ടപ്പെട്ടൊക്കെ തുടങ്ങുന്ന എവിടുന്നൊക്കെ പൈസയൊക്കെ ഒപ്പിച്ച് തുടങ്ങുന്ന ആൾക്കാരാണ് അധികവും. ഇപ്പോഴാണ് പിന്നെയും കംപ്ലീറ്റ് ബിസിനസ്സുകാർ വന്ന് തുടങ്ങിയത്. കറക്റ്റ്. കോഴിക്കോട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ഒരു കഫേ റെസ്റ്റോറന്റ് തുടങ്ങി അത് എന്താ പറയാ സക്സസ് അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂട്ടി. കാരണം ഒരുത്തർ റണ്ണിങ് ക്യാപിറ്റൽ ഉണ്ടാവില്ല. കറക്റ്റ്. ഇത് റൺ ചെയ്ത് വരാനുള്ള ക്യാപിറ്റൽ ഒരിടത്ത് ഉണ്ടാവില്ല. ഒരു എന്താ ഇനോഗ്രേഷന്റെ അന്ന് വരെ എന്ത് ഫണ്ട് വേണോ അതിലും കുറച്ച് ഇവരെടുത്ത് ഉണ്ടാവും, അതും കടയിരിക്കും. അപ്പൊ എന്താ ഈ ആഗ്രഹപ്പുറത്ത് തുടങ്ങുന്നതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് അതൊക്കെ. കൊച്ചിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, കുറെ റെസ്റ്റോറന്റ് ഇപ്പോഴും ആൾക്കാർക്ക് അറിയില്ല. എവിടോ ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഇതിന് ഫണ്ട് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓരോ കൈമെന്ന് ഇങ്ങനെ മാസം പൈസ എത്രയോ കോടികളുള്ള ആൾക്കാരെ കൈമെന്ന് കുറച്ച് പോകുമ്പോൾ ഓരും അറിയില്ല. ഇതൊക്കെ തടിമെന്നായിരിക്കും പോണത്. ഇപ്പൊ കോഴിക്കോട് അങ്ങനെ വന്നു കഴിഞ്ഞാല് പെട്ടെന്ന് പൂട്ടി അവിടെ പുതിയ സാധനം വേഗം വരും, പെട്ടെന്ന് പോകും. ഓക്കെ. അപ്പൊ നിങ്ങൾ പറയുന്ന അനുസരിച്ച് ബേസിക്കലി മിനിമം ഒരു 6 മാസത്തേക്കുള്ള റണ്ണിങ് കച്ചവടം ചെയ്തിട്ട് കിട്ടുമെന്ന് വിചാരിക്കരുത്. ഇല്ല, വിചാരിക്കരുത്. മാർക്കറ്റിംഗ് ഇല്ല പക്ഷെ വിചാരിക്കരുത്. ഓക്കെ, കിട്ടിയ ബോണസ് അൽഹംദുലില്ലാ. ഇനി കുഴപ്പമില്ല, ഞാൻ ഒരു കൊല്ലത്തേക്കില്ല റണ്ണിങ് ക്യാപിറ്റലും ഞാൻ മാർക്കറ്റിംഗ് ഇല്ല പൈസ കണ്ട് ഞാൻ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം? എങ്ങനെ മാർക്കറ്റ് ചെയ്യണം? ഫസ്റ്റ് നിങ്ങളെ സിസ്റ്റം റെഡി ആണോ നോക്കാം. ഒരു മാസീവ് ആയിട്ടുള്ള കസ്റ്റമർ കൗണ്ട് നിങ്ങളെ റെസ്റ്റോറന്റിൽ കയറി കഴിഞ്ഞാൽ എല്ലാരെയും ഒരുപോലെ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റാഫ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. എല്ലാരെയും ഒരുപോലെ പെട്ടെന്ന് ഫുഡ് എത്തിക്കാനുള്ള സാധനം അല്ലെങ്കിൽ ആ ഒരു ഷെഫിന് ആ ഒരു കഴിവ്, ലൈക്ക് ഷെഫിന് ആ ഒരു കൺസിസ്റ്റൻസി കപ്പാസിറ്റി വന്നിട്ടുണ്ടോ, നിങ്ങൾ ആ കിച്ചണൊക്കെ ഷെഫിന് എല്ലാം അറിയോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. എന്നിട്ട് മാത്രം മാസീവ് എന്താ പറയുക വ്ളോഗ്സ് ചെയ്യാന്നുള്ളതേ ഞാൻ പറയുള്ളൂ. കാരണം ഒരു 10 ആള് വന്ന്, ഇപ്പം ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, എൻ്റെ വ്ളോഗ് കണ്ടാൽ മിനിമം 10 ആള് കയറിയാൽ കയറി. ഈ 10 ആൾക്ക് നിങ്ങൾ എന്ത് കൊടുക്കുന്നോ അതുപോലെ ഉണ്ടാവും നിങ്ങളെ കച്ചവടം. കറക്റ്റ്. ഞാൻ നമ്മളെ വ്ളോഗ് ഇൻസ്റ്റയിൽ ഇടുന്ന സമയത്ത് എന്താ പറയാ വേൾഡ് വൈഡ് ആണ് കാണുന്നത്. അതെ, ലോകത്തുള്ള എല്ലാരും കാണും. ഇപ്പൊ 1 മില്യൺ വ്യൂസ് ആയാലും അതിൽ 100 ആള് അല്ലെ 1 ലക്ഷം ആൾക്കാരൊക്കെ കോഴിക്കോടുള്ള കണ്ടുണ്ടാവും. ബാക്കി 9 ലക്ഷം ആൾക്കാരും കാണുന്നത് ലോകത്തിന്റെ പല ഭാഗത്തുനിന്നാ. ഇവരെല്ലാരും കൂട്ടും അടിച്ചു കയറി വരുമെന്നില്ല. കറക്റ്റ്. ഇപ്പം ഒരു 10 ആള് വന്ന് 10 ആൾക്ക് നിങ്ങൾ എന്ത് കൊടുക്കുന്നു, അതിൽ ഒരാള് വന്ന് ലോകമുണ്ടോ, ഒരാൾ വന്ന് ആ ഒരാളെ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നോ അതുപോലെ ഉണ്ടാവും. ഈ എക്സിറ്റ് ഡോറിന്റെ അവിടെ ഉണ്ടല്ലേ കൗണ്ടറിന്ന് ഒരാൾ നെഗറ്റീവായിട്ട് പുറത്തു പോകാൻ പാടില്ല. എന്തൊക്കെ നെഗറ്റീവ് സർവീസ് എന്തൊക്കെ നെഗറ്റീവ് ഉള്ളിൽ കിട്ടിയാലും കൗണ്ടറിന്റെ പുറത്തേക്ക് ഒരാൾ നെഗറ്റീവായിട്ട് പോകാൻ പാടില്ല. അത് കൗണ്ടറിലുള്ള ആൾക്കാരുടെ ഡ്യൂട്ടിയാണ്. കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ അത് ചെയ്തിരിക്കണം. കസ്റ്റമർ ഇന്ററാക്ഷൻ അത് ഇപ്പം പല സ്ഥലത്തും കസ്റ്റമർ റിലേഷന് വേണ്ട ഒരാളുണ്ട്.
പല സ്ഥലത്തും അകമകിലൊക്കെ ഉണ്ട്. കസ്റ്റമർ റിലേഷനുമായിട്ട് ഒരാൾ ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല, ആദ്യം ഒരു ആളുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്നാ തോന്നുന്നത്. കസ്റ്റമറെ റിലേഷൻ കീപ്പ് ചെയ്യാൻ, കസ്റ്റമർക്ക് എന്തെങ്കിലും ആളെ, കാരണം ചോദിക്കാണ്ട് ഒരാളും വന്ന് പറയില്ല. ഇംഗ്ലീഷുകാരൊക്കെ ആണെങ്കിൽ വന്ന് പറയും, മലയാളികൾ പറയില്ല. നെഗറ്റീവ് അടിക്കും. കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വന്ന് മര്യാദയ്ക്ക് പറയും ഇന്ന പ്രശ്നങ്ങളുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു നേരെ 10 ആളടുത്ത് പോയി പറയുള്ളൂ. ഒരിക്കലും കഫേയിലോ റെസ്റ്റോറൻറ്റിലുള്ള ആൾക്കാരെടുത്ത് ഇവര് വന്നിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി നിങ്ങളിത് നോക്കണ്ടേ എന്നൊന്നും പറയില്ല. ഇവര് നേരെ 10 ആളടുത്ത് പോയി പറയും. ആ 10 ആളടുത്ത് പോയി പറയും. ഇത്രയും 100 ആളായില്ലേ, പോരെ, കഴിഞ്ഞില്ലേ. അപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ ഫുഡ് അടിപൊളിയാണോ? ഓക്കെ, സർവീസ് അടിപൊളി, സിസ്റ്റംസ് ഒക്കെ ഇൻ പ്ലേസ്. ഓക്കെ, നമുക്ക് എത്ര ആൾ വന്നു കഴിഞ്ഞാലും നെഗറ്റീവ് റിവ്യൂ ആയിട്ട് ഒരാൾ പുറത്തേക്ക് ഇറങ്ങൂല, കൗണ്ടറിന്റെ പുറത്ത് ഇറങ്ങൂല. ഇനി ഞാൻ എങ്ങനെ മാർക്കറ്റിംഗ് തുടങ്ങണം? ഫുഡ് അടിപൊളിയായി ഒരു 10 ആള് കഴിച്ചാൽ തന്നെ മാർക്കറ്റിംഗ് തുടങ്ങി. അതെ, 10 ആള് കഴിച്ച നല്ലത് പറഞ്ഞാൽ തന്നെ മാർക്കറ്റിംഗ് ആയി. അതെ, അത്രേ ഉള്ളൂ. ബാക്കി പിന്നെ നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യുന്ന പോലെ ഉണ്ടാവും. നിങ്ങൾ വ്ളോഗേഴ്സിനെ വിളിക്കണോ, പത്രത്തിൽ കൊടുക്കണോ, റേഡിയോയിൽ കൊടുക്കണോ, ടിവിയിൽ കൊടുക്കണോ, ഒക്കെ നിങ്ങൾ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ ഞാൻ എന്റെ വ്ളോഗ് കണ്ടിട്ട് നിങ്ങളെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നെയും വിളിക്കും. എന്നെ സ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗിന് വിളിക്കുന്ന ബ്രാൻഡ്സ് ഉണ്ട്. അമൻ ഗ്രില്ലാക്സ് അതുപോലെ, കാരണം അവർക്ക് വീഡിയോ ഇട്ടിട്ട് എഫക്റ്റ് ഉണ്ട്. കറക്റ്റ്. ഞാൻ പറയുന്ന പേയ്മെന്റിൽ അവർക്ക് തരും എത്രന്ന് വെച്ചാല്. പക്ഷെ ഞാൻ ഒരിക്കലും അത് എന്താ പറയാ, ഇപ്പം ഡിസ്ഹോണസ്റ്റ് ആയിട്ട് ഒന്നും ചെയ്യില്ല. പൈസ കിട്ടുന്നുണ്ട്. ഞാൻ ഒരു 10 വ്ളോഗ് എൻക്വയറി വരുമ്പം അതിലൊന്നാണ് ഞാൻ എടുക്കുന്നത്. ബാക്കി 9 ഞാൻ റിജക്റ്റാ. ലൈക്ക് അത്രയും എക്സ്ക്ലൂസീവ് ആയിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയിടത്തോളം നല്ല ഫുഡും നല്ല സർവീസും ഓട്ടോമാറ്റിക്കലി വേർഡ് ഓഫ് മൗത്ത് വരുന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ ഈ വ്ളോഗേഴ്സ് ഒക്കെ ഫ്രീ ആയി വന്ന് ചെയ്യാനുള്ള സാധ്യതകൾ ഓപ്പൺ ചെയ്യാണ്. അതെ, കുറെ വ്ളോഗേഴ്സ് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഞാനിപ്പം എവിടെയെങ്കിലൊക്കെ പോയ സ്റ്റോറീസ് ഒക്കെ ഞാൻ വെറുതെ ഇപ്പം എനിക്ക് കഴിച്ചിട്ട് ഇഷ്ടമായി ഞാൻ സ്റ്റോറി ഇടും. അത് ഞാൻ തന്നെ പേ ചെയ്തിട്ട് ഇടാറുണ്ട് കുറെ സ്ഥലങ്ങള്. അങ്ങനെ ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നല്ല പ്രൊഡക്റ്റും നല്ല സർവീസും തന്നെയാണ്. സത്യം പറഞ്ഞ വ്ളോഗർമാർ ആവശ്യമില്ല, അത് സ്കെയിൽ ചെയ്യാനാണ്, കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനാണ് വ്ളോഗർമാരെ യൂസ് ചെയ്യണം. അതെ അല്ലെ? ഓക്കെ, വ്ളോഗർമാരെ യൂസ് ചെയ്ത് ഇനി ഇത് ഓക്കെ, ഞാൻ സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചയും ഒരു വ്ളോഗറെ ഞാൻ കൊണ്ടുവരുന്നുണ്ട് വെക്കുക. ഇനി ആസ് എ റെസ്റ്റോറൻറ്റ് ആസ് എ കഫേ അവർക്ക് എന്ത് ചെയ്യാം? കാരണം ഈ വ്ളോഗർമാരെ കണ്ടന്റ് മാത്രം പോരല്ലോ, അവർക്ക് എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ സ്പേസിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം? ആക്ച്വലി ഓരോരുത്തർ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓരോരുത്തർക്ക് ഓരോ നീഷാണ്. അവർക്ക് എങ്ങനെ വേണേലും സോഷ്യൽ മീഡിയ ലൈവ് ആക്കുക ആൾക്കാർ. കാരണം ആൾക്കാർക്ക് എന്താ പറയാ, ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കോണ്ടന്റ്സ് ആൾക്കാർ ഇങ്ങനെ ഡെയിലി 1000 റീലൊക്കെ കാണുന്ന ആൾക്കാരുണ്ടാവും. കറക്റ്റ്. നമ്മൾ തന്നെ കാണുന്നുണ്ടാവും സ്ക്രോളിങ്ങില്. അപ്പം പെട്ടെന്ന് ഒരു ഫുഡ് കഴിക്കണം തോന്നുമ്പോൾ ആൾക്കാർ വേഗം വെറുതെ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴേക്കും ഫുഡ് കഴിച്ചാലോ തോന്നി ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴേക്കും ഒരു ഫുഡിന്റെ വീഡിയോ ആണ്, അപ്പം പോകും അങ്ങോട്ട്. അങ്ങനെയൊക്കെയാണ് സാധാരണ. മാത്രമല്ല ഓർഡറും ചെയ്യും അല്ല ഓൺലൈനിൽ ഓർഡർ ചെയ്യും. അപ്പം സോഷ്യൽ മീഡിയ ഓൾവേസ് കീപ് ലൈവ്. ആൾക്കാരുടെ ഇടയിൽ എപ്പോഴും ആൾക്കാർ മറന്നു പോവാതെ ആൾക്കാർ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. ഒന്നുമില്ല, ഫുഡിന്റെ കണ്ടന്റ് ഉണ്ടെന്നില്ല. സോഷ്യൽ മീഡിയ ലൈവ് ആക്കുക, അതിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യുക, സ്റ്റോറീസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇന്ന് ഇവിടെ എത്ര ആൾക്കാരുണ്ട്, എത്ര തിരക്കുണ്ട്, എന്ത് വേണം, വാട്ട് എവർ ഇറ്റ് ഈസ്. അവിടെ ഒരു സെലിബ്രിറ്റി വന്ന് എന്ത് വേണേലും നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യുക. ലൈക്ക് സോഷ്യൽ മീഡിയ കോൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ടീമിനെ ഏൽപ്പിക്കുക, ലൈവ് ആക്കുക. അങ്ങനെ കുറെ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അത്, വീഡിയോ പ്രൊഡക്ഷൻ ഒക്കെ. ബേസിക്കലി നിങ്ങൾക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളെ സ്കെയിൽ കൂട്ടാം. 2 സ്വന്തം സോഷ്യൽ മീഡിയ വളരെ ലൈവ്. പിന്നെ നിങ്ങൾക്ക് ഒരു വ്ളോഗറിന്റെ ആവശ്യമില്ല. ഡെലീഷ്യ റെസ്റ്റോറന്റിന്റെ സോഷ്യൽ മീഡിയ അടിപൊളിയാ. അത് ഇൻഹൗസ് ആയിട്ട് ഒരുത്തിന് സാലറി കൊടുത്ത് അവിടെ നിർത്തിയാണ് ഷദ്ദാദ് ഭായി. നമുക്ക് 5 പൈസ ഇതിന് തന്നിട്ടില്ല ഇത് പറയുന്നതിന്. അതെ, എന്നിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ നല്ല കണ്ടിട്ട് ഇപ്പൊ കുറെ റെസ്റ്റോറൻറ്റ്സ് അതുപോലത്തെ കണ്ടന്റ് കോപ്പി അടിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. കോപ്പി എന്നല്ല, ഇൻസ്പയർഡ്. കോപ്പി എന്ന് പറയാൻ പറ്റില്ല, ഇൻസ്പയർഡ്. കോപ്പി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സൈഡായി. അതെ, അത് ക്രാക്ക് ചെയ്യാന്നില്ലാണ്. അതെ, സോഷ്യൽ മീഡിയ ലൈവ് ആക്കിയ ആൾക്കാർക്ക് ഒന്നിനല്ല, അതിനോട് കുറെ പുതിയ കച്ചവടം വരുന്നല്ല. ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ വേറെ എവിടെയും പോവാതെ അവിടെ തന്നെ വരും. പുതിയത് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് അവിടെ പുതിയ വരുമ്പോ അതിൽ വരും. പ്രൊഡക്റ്റ് നന്നായി, സർവീസ് നന്നായി,
കസ്റ്റമർ വീണ്ടും വീണ്ടും വരികയാണ്. ഓരെന്നെ ബാക്കിയുള്ള കസ്റ്റമേഴ്സിനെ കൊണ്ടുവരും. അതെ. അതിന്റെ ഇപ്പൊ പാരഗൺ ഒരു വലിയ എക്സാമ്പിളാ. സത്യം. സിസ്റ്റം ബിൽഡ് ചെയ്യാം, അതേ രക്ഷയുള്ളൂ. കാരണം കൺസിസ്റ്റന്റ് അല്ലേ ആൾക്കാരെ ടച്ച് പോകും. ഒരു വട്ടം പേര് പോയാൽ മതി, പിന്നെ അത് ഇങ്ങനെ പോകും. ബിൽഡ് ചെയ്ത് പണിയാ, എപ്പോഴും അത് ഉണ്ടാവും. കറക്റ്റ്. ഇനി അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് ഒരു റെസ്റ്റോറൻറ്റ് ചെയ്യേണ്ടത്? വളരെ ക്ലിയറാ, ഇതിൻ്റെ SOP വളരെ ക്ലിയറാ, എങ്ങനെയാണ് ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് ഉണ്ടാക്കേണ്ടതെന്ന്. ഇനി AI എങ്ങനെ റെസ്റ്റോറൻറ്റ്സിൽ യൂസ് ചെയ്യുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ AI എങ്ങനെയാണ് ഇതിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നത്? നോ ഐഡിയ. കോഴിക്കോട് അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. AI വെച്ചിട്ട് ഉണ്ട് കേട്ടോ. AI വെച്ചിട്ട് വീഡിയോസ് ഒക്കെ ഇറക്കുന്നുണ്ട് ഇപ്പൊ പല റെസ്റ്റോറൻറ്റ്സും. ഇപ്പൊ ഈ അടുത്ത ഒരു സ്റ്റോറി കണ്ടാണ്, ഒരു എവിടുന്നൊക്കെ ഒരു കല്ലൊക്കെ വെക്കുന്ന സ്റ്റോറി ഒക്കെ ആയിരിക്കും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിരിക്കും. പക്ഷെ ഈ കല്ല് ലാസ്റ്റ് പോയി വെക്കുക അറിയോ, ഈ റെസ്റ്റോറന്റിന് മുന്നിൽ. അങ്ങനെ ആ റെസ്റ്റോറന്റിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പോകുന്ന സാധനങ്ങള് അത് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആ. പക്ഷെ AI വെച്ചിട്ട് വീഡിയോസ് ഇറക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ചായന്റെ ഈ അടുത്ത് ചായന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ചായ ഉണ്ടല്ലോ, അശോക് ഒരു AI വെച്ചിട്ട് ബിരിയാണിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആക്ച്വലി നമ്മൾ ഒരു പാർട്ടാണ് അതിന്റെ. അതുപോലെ ഇപ്പൊ AI വെച്ചിട്ട് ചെയ്ത് കോഴിക്കോട് വേറെ അങ്ങനെ ആരും ചെയ്യുന്നില്ല ആക്ച്വലി, പക്ഷെ കുറവാ. അല്ല, ഈ AI എന്താണ് യൂസ് ചെയ്യുന്നത്? ടൂൾസ് അറിയോ? ഇല്ല എനിക്ക് ഒരു ഐഡിയ ഇല്ല. മിന്നി യൂസ് ചെയ്യുന്നുണ്ടോ? യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യണം, ശരിക്കും യൂസ് ചെയ്യണം. പക്ഷെ അതിനുള്ള സമയമല്ല. AI ആക്കണം. ഇപ്പൊ നാസ് ഡെയിലി ഒക്കെ ഉണ്ടല്ലേ, നാസ് ഒക്കെ ഫുള്ള് AI വീഡിയോസ് ആയിരുന്നു. പക്ഷെ അതനുസരിച്ച് അവന്റെ റീച്ചും കുറയുന്നുണ്ട്. കറക്റ്റ്, ശരിയാണ്. ഒതന്റിസിറ്റി മിസ് ആവുന്നുണ്ട്. ആദ്യത്തിൽ ഒരു ട്രെൻഡിന്റെ മുകളിൽ പിടിക്കാം, അതെ, പക്ഷെ ആ ട്രെൻഡ് സസ്റ്റെയിൻ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്റെ വീഡിയോസ് മൊത്തം ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. ഈവൻ തോ എനിക്ക് 6 സ്റ്റാഫ് ഉണ്ടായിട്ട് പോലും അതിൽ 6 സ്റ്റാഫിൽ ഈ 3 പേര് എഡിറ്റേഴ്സാ. എനിക്ക് വേണമെങ്കിൽ എന്റെ വീഡിയോ ഒരു 500 രൂപ എടുത്ത ഒരാൾ എഡിറ്റ് ചെയ്ത് തരും. എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട, ഓൾറെഡി കൊടുക്കുന്ന സാലറി കൊടുത്താൽ എഡിറ്റ് ചെയ്യും. പക്ഷെ എനിക്ക് എന്റേതായ സാധനങ്ങൾ, എന്റെ ക്രിയേറ്റിവിറ്റി, അതൊക്കെ എനിക്ക് ഷോക്കേസ് ചെയ്യാനും എന്റെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കൂട്ടാൻ പറ്റിയ ഒരു സാധനമാണ് എന്ത് എഡിറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഞാൻ അത് അധികവും ചെയ്യൽ ഏർലി മോർണിംഗ് ആഫ്റ്റർ സുബൈ 6 മണി ആ ടൈമിലാണ് എഡിറ്റിങ്ങിന് ഇരിക്കുക. ഭയങ്കര രസാ. ഇടക്കിടക്ക് പല കഫേകളിലും ഓഫീസ് എടുത്തപ്പോ കഫേ മാറി. ഓഫീസിലാ? ഓഫീസ് മടുക്കടാ കുറച്ച്. മറ്റേത് ഇടക്കിടക്ക് ചേഞ്ച് കിട്ടുമല്ലോ, അത് പോയിരിക്കും. ഞാൻ അതേമാതിരി എവിടെയെങ്കിലും ഹോട്ടൽ റൂം ഫെസിലിൽ പോയി 2 ദിവസം ഇരുന്നിരുന്നു. അതുപോലെ ഫെസിൻ നല്ല സ്പേസാ. ഈ ഒന്ന് എന്റെ ഭാര്യനോട് പറയണം, ഇതൊന്ന് വെറുതെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇതൊക്കെ നടക്കുള്ളൂ. കല്യാണം കഴിക്കാൻ പാടില്ല, ഒറ്റക്ക് പോവാതെ എന്തോ പന്തികളുണ്ടെന്ന ഭാര്യമാര് പറയുണ്ടാവുള്ളൂ. നൈസ്. ഓക്കെ, അപ്പൊ എന്താണ് ആസ് മിൻ ദ ഫുഡി എങ്ങോട്ടേക്കാണ് പോണത്? ഈ വ്ളോഗിങ് തന്നെയാണോ? അതിന്റെ ഇടക്ക് പറഞ്ഞ് വ്ളോഗിങ് ആയിരിക്കൂല മെയിൻ എന്ന് പറഞ്ഞ്. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര പ്രൈവസി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ഈ കണ്ണേറിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ലൈക്ക് ഞാനിപ്പോ എവിടെയും പോകുമ്പോ എല്ലാവർക്കും എന്നെ അറിയാം. ലൈക്ക് എവ്രി വൺ വിൽ ഗ്രീറ്റ് മീ ലൈക്ക് ഐ ആം ഇൻ ദ ഫുഡി. അല്ലെങ്കിൽ കുറച്ചൊക്കെ അവിടുന്ന് പറയണ്ടു അങ്ങനെ പറയും. എനിക്കത് സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ബട്ട് വേറൊരു സൈഡിൽ അതെനിക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആണ്. ആരെയും ഒഫൻഡ് ചെയ്യാൻ പറയല്ല, അതാണ് അതിന്റെ സത്യം. ഇപ്പൊ ഞാൻ ഭയങ്കര പ്രൈവസി, ഇപ്പൊ ഓഫീസിൽ ഇരുന്നപ്പോ എനിക്ക് അതാണ് മനസ്സിലായത്, പ്രൈവസി കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച ഫാമിലി ഒക്കെ ആയി കഴിഞ്ഞാല് ഇതിനെ ഭയങ്കരമായിട്ട് ബാധിക്കും ഈ പ്രൈവസി ഇഷ്യൂസ്. അപ്പം മേ ബി അതാണ് ഞാൻ ഇപ്പോഴും ഒരു ടീമിനൊക്കെ സെറ്റ് ചെയ്തത് സ്കെയിലപ്പ് ചെയ്യാത്തത്. കുറെ ആൾക്കാരേക്ക് എനിക്ക് ഇത്ര പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, എനിക്കിത് ചെയ്തൂടെ. അപ്പൊ ഞാൻ പറയും എനിക്കിതാണ് ഇഷ്ടം, എനിക്ക് യൂട്യൂബ് ചെയ്തൂടെ. ഇപ്പൊ യൂട്യൂബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂട്യൂബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹനാൻഷ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ ചെയ്യണം. ദ പെർഫെക്റ്റ് വേ. എന്താണോ നടക്കുന്നത് അത് മൊത്തം കാണിക്കണം. അത് എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. ഹനാൻഷ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ഹനാൻഷ ചെയ്യുന്നത് അതാണ് ബെസ്റ്റ് തിങ്. ഇപ്പൊ സുജിത് ഭക്തൻ ചെയ്യുന്നത് ട്രാവലിന്റെ ആയിരുന്നു ആദ്യം. പക്ഷെ ഇപ്പൊ എന്താ ചെയ്യുന്നത്, എന്താണോ രാവിലെ മുതൽ രാത്രി വരെ അവന്റെ ജീവിതത്തിൽ നടക്കുന്നത് അത് പിറ്റേന്ന് അവന്റെ വ്ളോഗാ, ഡെയിലി വ്ളോഗാണ്. അതിനെ യൂട്യൂബിൽ ഡേ ഇൻ മൈ ലൈഫ്, അതിനെ യൂട്യൂബിൽ സത്യം പറഞ്ഞാല് അത്രയും ലെങ്തി വീഡിയോസ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ, ഉള്ളിൽ എന്താ നടക്കാനുള്ള ആൾക്കാരെ ത്വരാണ് യൂട്യൂബ് വീഡിയോസിന് അത്ര റീച്ച് കൊണ്ടിരുന്നത്. അനാൻഷാന്റെ വീഡിയോസ് ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആ, ഭയങ്കര ഫൺ എലമെന്റ്സ് ആയിട്ട്, ഭയങ്കര രസമായിട്ട് തോന്നി. ഈ നോമ്പ് സമയത്ത് കുറെ വീഡിയോസ് ചെയ്തിരുന്നു. ആൾക്കാർക്ക് അതൊരു സ്ട്രെസ് ബസ്റ്ററാ ഹനാൻഷാന്റെ വീഡിയോ. ഹനാൻഷാന്റെ പാട്ട് പാടുന്ന ഹനാൻഷാൻ അറിയാത്ത ആൾക്കാർ, കാരണം ഹനാന് ഈ അടുക്ക വീഡിയോയിൽ പറഞ്ഞാണ്
ഞാൻ നന്നായി പാടുന്നുണ്ടല്ലോ. ഒരു താത്ത കമന്റ് ഇട്ടതാ, ഞാൻ എന്തോ മൂളിപ്പാട്ട് എന്തോ പാടുക, നന്നായി പാടുന്നുണ്ടല്ലോ, അതൊന്ന് ട്രൈ ചെയ്തൂടെ, ലൈക്ക് അതിൽ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും. അപ്പൊ ഞാൻ വീഡിയോ തന്നെ പറയാണ്, എന്ത് താത്തേ ഞാൻ പാട്ടുകാരനാണ്. അപ്പൊ അതാ പറഞ്ഞത്, അതങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പൊ എനിക്കെന്തില്ല, അങ്ങനെ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എന്റെ കാറ് പോലും ഞാൻ എവിടെ ഷോക്കേസ് ചെയ്യാറില്ല. അഞ്ചൊരു ഇഷ്ടത്തിന് കൊണ്ടെടുക്ക, അങ്ങനത്തെ ഒരു ഇതാണ്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒന്ന് സാധനം ഷോക്കേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷുവർ ഇറ്റ്സ് പ്രൊമോഷൻ ഓർ സംതിങ് ഇൻസ്പയറിങ്. ഇപ്പൊ എന്റെ ജിമ്മ് ഞാൻ ചെയ്യുന്നുണ്ട്. ജിമ്മ് ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നത് കാരണം വെച്ചാൽ, ഞാൻ അത്രയും ജങ്ക് ഫുഡ് അല്ലെങ്കിൽ അത്രയും അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ എന്താക്കുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആൾക്കാർ പറയുന്നത്, ഇതൊക്കെ ചെയ്തിട്ട് ഇനി ജിമ്മ് പോവാണല്ലോ, ഇനി എന്റെ ബോഡി മെയിൻ, അപ്പൊ അങ്ങനെ ഇതാക്കരുത്. അപ്പൊ ഞാൻ ജിമ്മിന്റെ പോസ്റ്റ്, അപ്പൊ എനിക്ക് തിരിച്ചു ചോദിക്കാം, ഞാൻ ജിമ്മിന്റെ ഇടുന്നുണ്ടല്ലോ, അതായിരിക്കും കാണാൻ പറ്റൂല. അപ്പൊ ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാനുള്ള സാധനങ്ങൾ അത്രേ ഉള്ളൂ, അല്ലാതെ ഫാമിലി പരമായിട്ടൊന്നും. ഞാൻ ഈ പോഡ്കാസ്റ്റിന് പുറമെ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന കുറേ ഓഡിയൻസ് നമുക്കുണ്ട്. ഒന്ന്, നമുക്കൊരു പെയ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് കേരളത്തിലെ ഓൺലൈൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റോർ ഓണേഴ്സ്, മാർക്കറ്റേഴ്സ്, ടെക് എക്സ്പേർട്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് അത്. 2, ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം എന്നൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നത്. 3, നമുക്ക് ഏത് എക്സ്പേർട്സ്, നമ്മളെ പോഡ്കാസ്റ്റിൽ വന്ന ഏത് എക്സ്പേർട്സായിട്ട് നിങ്ങൾക്ക് 1-on-1 മെൻറ്റർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 4, ഇതൊക്കെ കണ്ടും പഠിച്ചും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഹെൽപ്പ് വേണം. ഇതിനുള്ള എല്ലാത്തരം ഹെൽപ്പും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇപ്പം നമ്മൾ ആക്ച്വലി പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയില്ല, എനിക്ക് എന്തോ ഒരു നെഗറ്റീവ് കണ്ണോട്ടേഷൻ അതിനോട് ഉണ്ട്. ഫൗണ്ടർ ബ്രാൻഡ് എന്ന് പറയില്ല. യു ഹാവ് ക്രിയേറ്റഡ് എ ഫൗണ്ടർ ബ്രാൻഡ്. അപ്പൊ എങ്ങോട്ടാണ് അടുത്തത്? വാട്ട് ഹാവ് യു ഡിസൈഡഡ്? ഇ-കൊമേഴ്സ് സ്റ്റോർ, ഐ വിൽ ബി സ്റ്റാർട്ടിങ് എ ബ്രാൻഡ് ഓർ അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുക, ലൈക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റ്സ്, അതൊക്കെയാണ് എൻ്റെ ഒരു ഇതായിട്ട് ഞാൻ കാണുന്നത്. പഠിച്ചോനെ എവിടെ എത്തിക്കുന്ന അറിയില്ല. അത് ഓൺലൈൻ ബ്രാൻഡ് ആയിരിക്കും, ഓൺലൈൻ ബ്രാൻഡ് ആയിരിക്കാം, ചിലപ്പോൾ ഓഫ്ലൈൻ ആയിരിക്കാം, മേ ബി എന്റെ ഫേസ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. എന്റെ ഫേസ് എന്തായാലും ആൾക്കാർ അറിഞ്ഞ്, അങ്ങനെ ഇനി മൂടി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ എന്താക്കാം, ഒരു പ്രൈവസി കീപ്പ് ചെയ്തിട്ട് ഞാൻ എന്തും ചെയ്യാറുള്ളൂ. അല്ല, ഈ KFC-ന്റെ കാക്കനെ പോലെ അല്ലെങ്കിൽ റാഫി ഫിലിനെ പോലെ ബ്രാൻഡിന്റെ മുകളിൽ അത് ഞാൻ പറഞ്ഞില്ലേ, പറയാൻ പറ്റൂല. ഓരോ ഇതുപോലെ ശരി, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന പറഞ്ഞാല് ജസ്റ്റ് 20% ഓഫ് മൈ ലൈഫ്. ബാക്കി 80% ഇപ്പോഴും അൺനോൺ ആണ്. എന്നെ അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ ഞാൻ എന്താന്നും ഇതൊക്കെ അറിയുള്ളൂ. ഓക്കെ, അങ്ങനെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഓൺലൈൻ ബ്രാൻഡ് ആയിരിക്കും എന്ന് ഉറപ്പാണ്. ഓൺലൈൻ ഫസ്റ്റ് ആയിരിക്കും അല്ലേ? നമ്മൾ കുറേ ഫൗണ്ടേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഒരു വീട്ടിൽ കൊണ്ടുവരിക, എന്നിട്ട് നമ്മൾ അങ്ങനെ ഒരു സാധനം പുൾ ഓഫ് ചെയ്താൽ 30 days ബിൽഡ് എ ബിസിനസ് വിത്ത് ദ ഇ-കോം ഷോ ഉണ്ടാവോ? വൈ നോട്ട്? ബിഗ് ബോസ് ഒക്കെ പോലെ, ബിഗ് ബോസ് പോലെ, പക്ഷെ ദിസ് ഈസ് ബിൽഡിംഗ് ഫ്രീഡം ഉണ്ടാവും. ബിഗ് ബോസിൽ അതില്ല. കറക്റ്റ്, ബിൽഡിംഗ് ബിസിനസ്. നമ്മൾ ഒരു ഓർഡർ ഒക്കെ വരുമ്പോൾ നമ്മൾ ചാടി. അങ്ങനെ ഞാൻ ഒരുപാട് ആലോചിച്ച ഒരു കാര്യമാണ് ബിഗ് ബോസിന്റെ കാര്യം. സമൂഹത്തിൽ നല്ല ഇമ്പാക്റ്റ് കൊണ്ടുവരാനും ചീത്ത ഇമ്പാക്റ്റ് കൊണ്ടുവരാനും പറ്റിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. ഒരു ഷോ ആണ്. ഞാൻ ഡെയിലി ബിഗ് ബോസ് കാണുന്ന ആളാണ്. അപ്പൊ ആൾക്കാർ പറയാ ഇവൻ ക്രിഞ്ചാണല്ലോ. പക്ഷെ അതിൽ ഇവർ ചെയ്യുന്ന കുറെ നല്ല നല്ല കാര്യങ്ങളുണ്ട്. ലൈക്ക് ഓരോരു ബ്രാൻഡിനെ പ്ലേസ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ഓരോരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതി. അതിൽ കുറെ സ്പോൺസേഴ്സ് ഉണ്ട്. മൈജിയാണ് അതിന്റെ ടൈറ്റിൽ സ്പോൺസർ. മൈജിന്റെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ടൈറ്റിൽ സ്പോൺസർ ടാസ്ക് എന്ന് പറഞ്ഞ ഓരോ സാധനങ്ങൾ വരും. ആ സംഭവത്തിലേക്ക് ഇവർ ചെയ്യുന്ന കുറെ ഗെയിംസ് ഉണ്ട്. നമ്മൾ തന്നെ ആലോചിച്ചു എങ്ങനെ ഇവർക്ക് ഇത്രയധികം ഗെയിംസ് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ ഇവർ കത്തുന്നത്. അത് ഓരോരുത്തർക്കും ഓരോ ദിവസം ഓരോ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നല്ല രസമാണ് കാണാൻ. അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ആൾക്കാരെ സൈക്കോളജി പഠിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ബിഗ് ബോസ്. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കണ്ടിന്യൂസ്ലി വീടിന്റെ പുറത്തിറങ്ങാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഭ്രാന്താവും. അതിന്റെ എക്സ്ട്രീം വെർഷൻ ആണ് ബിഗ് ബോസിൽ. ബിഗ് ബോസിന്റെ 100 ദിവസം അവിടെ ഇരിക്കണം. നിങ്ങൾ ആലോചിച്ച് തല പെരുക്കൂലേ? പിന്നെ എങ്ങനെ ചൂടാവാതിക്ക, ദേഷ്യം പിടിക്കാതൊക്കെ? ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് വരാം. ദ ഇ-കോം ഷോ ആക്സിലറേറ്റർ പ്രോഗ്രാം ഒരു റിയാലിറ്റി ഷോ ഇവിടെ തന്നെ നടത്താം. 24 hours ബിസിനസ് ബിൽഡ് ചെയ്യുന്നു. 30 ദിവസം ഒരു 10-15 ഫൗണ്ടേഴ്സ് ഒരുമിച്ചിരുന്ന്
ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. ഓഡിയൻസ് താഴത്ത് കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാധനത്തിന്റെ ഭാഗമാണെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യുക. അതെ, ഓക്കെ. ഇനി എല്ലാം പറഞ്ഞു തീർന്നല്ലോ. ഒരു റെസ്റ്റോറന്റ് ബിസിനസ് എങ്ങനെയാ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചു, ഏകദേശം നമ്മള് കൺവേ ചെയ്തെന്നാണ്. പിന്നെ ആർക്ക് എന്തെങ്കിലും ഒരു കമന്റ് ചെയ്തിട്ട് നമുക്ക് റിപ്ലൈ ചെയ്യാം. കറക്റ്റ്. എന്തായാലും ഇത് അവർ കമന്റ് ചെയ്യട്ടെ. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാവണമെങ്കിൽ കമന്റ്. മിന്നിന് ആക്ച്വലി ഞാൻ കാണുന്നത് നമ്മൾ ഹഗ്ഗമഗ്ഗിൽ സ്ഥിരമായിട്ട് അതെ, അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നു. പക്ഷെ നീ ആദ്യമായിട്ടാണ് ഒരു പോഡ്കാസ്റ്റിൽ വരാൻ സമ്മതിക്കുന്നത്. എന്താണ് അതിന്റെ പിന്നിലുള്ള തോട്ട് പ്രോസസ്? ലൈക്ക് ഞാൻ എനിക്ക് തന്നെ വെച്ച് വിളിക്കായിട്ടൊന്നല്ല കേട്ടോ. ലൈക്ക് കുറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്, പോഡ്കാസ്റ്റ്, ടോക്ക് ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടീം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ആദ്യമായിട്ട് ഒരു സാധനം കൊടുക്കുമ്പം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ദാറ്റ് മസ്റ്റ് ബി സംതിങ് എക്സ്ക്ലൂസീവ്, അല്ലെങ്കിൽ സംതിങ് വാല്യൂ ഇതാക്കുന്ന. കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പോഡ്കാസ്റ്റും അല്ലെങ്കിൽ കണ്ടുവരുന്ന ഇന്റർവ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ നീലക്കുയിലൊക്കെ പോലുള്ള കുളിക്കുന്ന ഒളിഞ്ഞു നോക്കിയതും അങ്ങനത്തെ ലൈഫ് സ്റ്റോറീസ് ഒക്കെ ആണ് എന്ത് ലെസ്ബിയൻ കപ്പിൾസിൻ്റെതും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പോഡ്കാസ്റ്റിൽ വരുന്നത്. സമൂഹത്തിന് വാല്യൂ കൊടുക്കുന്ന അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന കിട്ടും. അതാണ്. കാരണം ഞാൻ ഇകോം ഷോയിൽ ഞാൻ കണ്ട വെച്ചാല് ദാറ്റ് 1% ഉണ്ടല്ലോ, ഇപ്പം 1% പീപ്പിൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് ഭയങ്കരമാണ്. ഈ 1% ആൾക്കാരെന്ന് വെച്ചാൽ ഭയങ്കര മൈൻഡ് സെറ്റും കാര്യങ്ങളും, അവരെ നിങ്ങളെ വീഡിയോസ് കാണുന്നുള്ളൂ. അതാണ് നമുക്ക് വേണ്ടത്. ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. കുറെ ആൾക്കാരുണ്ടായിട്ട് കാര്യമില്ല. നമ്മളൊരു പറയില്ലേ, ബന്ധുക്കാരുണ്ടായിട്ട് കാര്യമില്ല, സ്വന്തക്കാര് കുറെ ഉണ്ടായിട്ട് കാര്യമില്ല, സ്വന്തം എന്ന് തോന്നുന്ന കുറച്ച് ആൾക്കാരാണ്. അതേമാതിരിയാണ് ഇകോം ഷോന്റെ ഓഡിയൻസ് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ ഷാന്റെ അടുത്ത് അങ്ങോട്ട് ചോദിച്ചാണ്. ശരിയാണ്. ഞാൻ വന്നോട്ടെ, can I be a part of it? എന്താന്ന് അറിയാം. കാരണം നമുക്ക് അറിയില്ല നമ്മൾ എന്ത് സംസാരിക്കുന്നു, വാല്യൂ കൊടുക്കണമെന്ന്. അതെ, അത് നമ്മള് ഫിഗർ ഔട്ട് ചെയ്ത് പെട്ടെന്നായിരുന്നു ഷൂട്ട് പറഞ്ഞത്. സോ എനിവേസ്, താങ്ക് യു വെരി മച്ച്. ഞങ്ങളെ കുറെ പൊക്കി അടിച്ചതിനും. ഇനി നമുക്ക് റിയാലിറ്റി ഷോയിൽ കാണാം. റിയാലിറ്റി ഷോ. താങ്ക് യു. താങ്ക്സ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി.